ആ വർഷം എന്ന് പറയുന്നത് വെറും ജനുവരി മുതൽ ഡിസംബർ വരെയുള്ള വർഷമല്ല, പകരം ഏപ്രിൽ 1 ടു മാർച്ച് 31 വരെയുള്ള പീരീഡ്, ഇതിനെയാണ് നമ്മൾ സാമ്പത്തിക വർഷം എന്ന് പറയുക. അല്ലെങ്കിൽ ഭാവിയിൽ നമുക്ക് വളർച്ച ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ടോ, ഈ ഒരു പോക്കാണെങ്കിൽ ഭാവിയിൽ കൂടുതൽ ആക്ടിവിറ്റീസ് നടക്കുമോ, അല്ലെങ്കിൽ തന്നെ എന്താണ് പോളിസി ഫോർമുലേറ്റ്, ഉദാഹരണം കാർഷിക മേഖലയിൽ പ്രൊഡക്ഷൻ കുറഞ്ഞു, ജോലിയിൽ കയറ്റുന്നവരെ എൻട്രി ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ എന്താണ്, ഹൈ ഫ്രണ്ട്സ്, നമ്മളെ LSDSന്റെ നോട്ടിഫിക്കേഷൻ വന്നു. അതുപോലെ തന്നെ അതിൻ്റെ സിലബസ് എല്ലാം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കും അല്ലേ, നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ പ്രതീക്ഷ പോലെ തന്നെ ഒരു പ്രിലിമിനറി എക്സാം, കോമൺ പ്രിലിമിനറി എക്സാം, അതുപോലെ തന്നെ ഒരു മെയിൻസ് എക്സാം, ഒരു മെയിൻ എക്സാമിനേഷനും ഉണ്ടാകും. അപ്പോൾ പ്രിലിമിനറിയുടെയും മെയിൻ്റെയും സിലബസ് സാധാരണ നോർമലി പറയുന്നതിലും അല്ലെങ്കിൽ നോർമലി സിലബസ് അനൗൺസ് ചെയ്യുന്നതിനേക്കാളും വേഗത്തിൽ നോട്ടിഫിക്കേഷനൊപ്പം തന്നെ മെയിൻ്റെയും സിലബസ് എന്ത് ചെയ്തിട്ടുണ്ട്, PSC അനൗൺസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ മെയിൻ എക്സാമിനേഷൻ്റെ സിലബസ് കണ്ടിട്ടുണ്ടായിരിക്കും. പക്ഷെ ചെറിയൊരു പ്രത്യേകത മറ്റ് മെയിൻ എക്സാമുകളുമായിട്ട് അപേക്ഷിച്ച് നോക്കുന്ന സമയത്ത് LSDS എക്സാമിന്, LSD സെക്രട്ടറി എക്സാമിനുണ്ട്. കാരണം എന്തുണ്ടാ, മെയിൻസ് എന്ന് പറയുന്ന 2 പേപ്പറാണ് അല്ലേ, ആണല്ലോ, നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പം അതിൽ ഒരു പ്രത്യേകത പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 2 പേപ്പറിൽ എക്കണോമിക്സ് എന്ന് പറയുന്നത്, നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന എക്കണോമിക്സ് എന്ന് പറയുന്നത് രണ്ടാമത്തെ പേപ്പറിൽ 15 മാർക്കിന് കൊടുത്തിട്ടുണ്ടെന്നുള്ളതാണ് ഏറ്റവും വലിയ മറ്റൊരു പ്രത്യേകത എന്ന് പറയും, ആണല്ലോ. അപ്പോൾ നമ്മൾ ഇതുവരെ കാണാത്തൊരു മാർക്കിംഗ് പാറ്റേണും ഇതുവരെ കാണാത്തൊരു മെയിൻ എക്സാമിനേഷൻ രീതിയാണ് PSC LSD എക്സാമിന് വേണ്ടി നമുക്ക് വേണ്ടി തയ്യാറാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പ്രധാനമായിട്ടും എക്കണോമിക്സിനെ ഫോക്കസ് ചെയ്ത് എക്കണോമിക്സിന്റെ മെയിൻ എക്സാമിന്റെ ഒരു പ്രധാനപ്പെട്ട ടോപ്പിക് ഡിസ്കസ് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത്. അതായത് നമ്മളൊന്ന് പരിചയപ്പെടുക, എങ്ങനെയായിരിക്കും ഒരു ക്ലാസ്, അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും നമ്മൾ ഈ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യാനുള്ളത്, അല്ലെങ്കിൽ നമ്മുടെ എൻട്രിയുടെ ക്ലാസ്സസ് ഏത് രീതിയിലായിരിക്കും നമ്മൾ അതിനനുസരിച്ച് മുന്നോട്ട് കൊണ്ടുപോവുക. മാത്രമല്ല ഈ ഒരു എക്സാമിനേഷന് എക്കണോമിക്സിന്റെ സിലബസ് നമുക്ക് എങ്ങനെ പരിചയപ്പെടാം. നമ്മൾ പറഞ്ഞു, മുന്നത്തെ ഒരു വീഡിയോ പറഞ്ഞു, എക്കണോമിക്സിന്റെ ഒരു സീരീസ് ആയിട്ടുള്ള വീഡിയോസ് നമ്മൾ ചെയ്യുന്നുണ്ട്. അതിന്റെ 2ാമത്തെ വീഡിയോ ആണ്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പ്രധാനമായിട്ടും മെയിൻ സിലബസിനകത്ത് വരുന്ന ഒരു ടോപ്പിക് എടുത്ത് ഡിസ്കസ് ചെയ്യുന്നു. അതിന് മുന്നേ നമുക്ക് ആദ്യം ചെയ്യാനുള്ളത് സിലബസിനെ ഒന്ന് പരിചയപ്പെടുക. സിലബസ് വന്നതിന് ശേഷമുള്ള നമ്മുടെ എക്കണോമിക്സിന്റെ ഫസ്റ്റ് വീഡിയോയിൽ. അപ്പോൾ ആദ്യമായിട്ട് സിലബസിനെ പരിചയപ്പെടുക ഇൻ ദ സെൻസ് എന്താണ്, പ്രിലിമിനറിക്കും അതുപോലെ തന്നെ മെയിൻസിനും എക്കണോമിക്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള സിലബസ്. അപ്പോൾ പ്രിലിമിനറിക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും, കോമൺ പ്രിലിമിനറി എക്സാം ആണ്. അതായത് എന്താണ് സബ് ഇൻസ്പെക്ടർ, അതുപോലെ തന്നെ LSDS തുടങ്ങിയ പല എക്സാമുകൾക്കും വേണ്ടിയുള്ള കോമൺ പ്രിലിമിനറി ആണ്. ഇതിന് വലിയ വ്യത്യാസമൊന്നുമില്ല, നമ്മൾ മുൻ കാലഘട്ടങ്ങളിൽ കണ്ടിട്ടുള്ളത് പോലെ തന്നെ അതേ സെയിം സിലബസ് ആണ്. നാഷണൽ ഇൻകം, പെർ ക്യാപിറ്റ ഇൻകം, ദെൻ നമ്മളത് പഠിച്ചിട്ടുള്ളതാണല്ലേ, ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, എക്കണോമിക് സെക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, ഇന്ത്യൻ എക്കണോമിക് പ്ലാനിംഗ്, 5-year പ്ലാൻസ്, നീതി ആയോഗ്, ദെൻ ടൈപ്സ് ആൻഡ് ഫങ്ഷൻസ് ഓഫ് എക്കണോമിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, RBI, പബ്ലിക് റവന്യൂ, ടാക്സ് ആൻഡ് നോൺ ടാക്സ് റവന്യൂ, പബ്ലിക് എക്സ്പെൻഡിച്ചർ ആൻഡ് ബജറ്റ്, ഫിസ്ക്കൽ പോളിസി, കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആൻഡ് റൈറ്റ്സ്. ഞാൻ വേഗത്തിൽ പറയാൻ കാരണം ഇത് നമ്മൾ മുൻ കാലഘട്ടങ്ങളിൽ എക്കണോമിക്സിന് അല്ലെങ്കിൽ കോമൺ പ്രിലിമിനറി ഡിഗ്രി എക്സാം എഴുതുന്നവർ കണ്ടിട്ടുള്ള സിലബസ് തന്നെയാണ്. ഇതിന് നമ്മൾ ഇങ്ങനെ കാണുന്ന സമയത്ത് ഒരുപാട് എന്തോ ഉണ്ടെന്ന് തോന്നുമെങ്കിൽ പോലും നമ്മൾ അതിന് ചെറിയൊരു 4-5 മോഡ്യൂളുകളാക്കി എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ലെസൺ അല്ലെങ്കിൽ നമ്മുടെ ബാച്ചുകളിൽ 4-5 മൊഡ്യൂളുകളിലാക്കി ഈ പ്രിലിംസിന്റെ ക്ലാസ്സുകൾ നമ്മൾ തീർക്കുന്നുണ്ട്. വേഗത്തിൽ നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഏറ്റവും വേഗത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അധികം സമയം നമുക്കതിൽ ഇൻവെസ്റ്റ് ചെയ്യാനില്ല അല്ലേ. പ്രിലിംസ് എന്ന് പറയുമ്പോൾ എല്ലാ സബ്ജക്റ്റും നമുക്ക് നോക്കാനുണ്ട്, എക്കണോമിക്സിന് അധികം സമയമില്ല. അപ്പോൾ നമ്മൾ 5 മൊഡ്യൂളിൽ ഈ പറയുന്ന കാര്യങ്ങൾ, ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഈ പറയുന്ന നാഷണൽ ഇൻകം, പെർ ക്യാപിറ്റ ഇൻകം, ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എല്ലാം തന്നെ നമ്മൾ നാഷണൽ ഇൻകം എന്ന് പറയുന്ന ഒരു ചാപ്റ്ററിനകത്ത് കവർ ചെയ്യുന്നുണ്ട്. അതിനകത്ത് കമ്പോണൻസ്, അതായത് എന്താണ് അഗ്രിഗേറ്റ്സ് ഓഫ് നാഷണൽ ഇൻകം, GDP, GNP, NDP, NNP തുടങ്ങിയ കാര്യങ്ങളെല്ലാം അവിടെ നോക്കുന്നു. പെർ ക്യാപിറ്റ ഇൻകം, അതുപോലെ തന്നെ പേഴ്സണൽ ഇൻകം, പേഴ്സണൽ ഡിസ്പോസബിൾ ഇൻകം, ദെൻ എക്കണോമിക് ഗ്രോത്ത്, എക്കണോമിക് ഡെവലപ്മെന്റ് തുടങ്ങിയ കാര്യങ്ങൾ, ദെൻ എക്കണോമിക് സെക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനും എന്ത് ചെയ്യുന്നുണ്ട് നമ്മൾ അതിനൊപ്പം തന്നെ ഇത്രയും ഭാഗങ്ങൾ നാഷണൽ ഇൻകം ആൻഡ് റിലേറ്റഡ് ഫാക്ട്സ് എന്ന് പറയുന്ന കാര്യങ്ങൾക്കകത്ത് നോക്കുന്നുണ്ട്. ദെൻ അടുത്ത് ഇന്ത്യൻ എക്കണോമിക് പ്ലാനിംഗ് എന്ന് പറയുന്ന ഒരു പോർഷൻ, പ്ലാനിംഗ് ആൻഡ് ഡെവലപ്മെന്റ് എന്ന് പറയുന്ന മറ്റൊരു ചാപ്റ്റർ ആയിട്ട് നമ്മൾ ഡീൽ ചെയ്യും. അതിനകത്ത് ഇന്ത്യൻ എക്കണോമിക് പ്ലാനിംഗ് വരും, 5-year പ്ലാൻസ് വരും, നീതി ആയോഗ് വരും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്കറിയാം. പ്ലാനിംഗ് കമ്മീഷൻ ഉണ്ടായിരുന്നു, ഇന്ന് നീതി ആയോഗാണുള്ളത്. അപ്പോൾ അതിന്റെ ഫംഗ്ഷൻസ് എന്തൊക്കെയാണ്, 5-year പ്ലാൻസിൽ ഒരുപാട് ചില 5-year പ്ലാൻസിനെ പറ്റി കൃത്യമായിട്ട് PSC ചോദിക്കാറുണ്ട്, പലതവണ ആവർത്തിച്ച് ചോദിക്കാറുണ്ട്. അപ്പം അതിനെയൊക്കെ പറ്റി നമ്മൾ നോക്കുന്നു. പ്രത്യേകം പ്ലാനിംഗ് എന്നൊരു പോർഷനകത്ത് ഈ പറയുന്ന ഇത്രയും ഭാഗം കവർ ആകുന്നുണ്ട്, കണ്ടല്ലോ. ദെൻ അതുപോലെ തന്നെ എക്കണോമിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, RBI ഇന്ത്യൻ ഫംഗ്ഷൻസ്, അതിനകത്താണ് ബാങ്കിങ് വരുന്നത്, RBI വരുന്നു, മോണിറ്ററി പോളിസി വരുന്നു തുടങ്ങിയ കാര്യങ്ങളെല്ലാം അതിനകത്ത് കവർ ആകുന്നുണ്ട്.
ദെൻ അതുപോലെ തന്നെ പബ്ലിക് റവന്യൂ, ടാക്സ് ആൻഡ് നോൺ ടാക്സ് റവന്യൂ, പബ്ലിക് എക്സ്പെൻഡിച്ചർ, ബജറ്റ്, ഫിസ്ക്കൽ പോളിസി. ഇത് ഗവൺമെന്റിന്റെ പബ്ലിക് ഫൈനാൻസ്, ഫിസ്ക്കൽ പോളിസി, ബജറ്റ്, ടാക്സേഷൻ 2 ചാപ്റ്റേഴ്സ് ആയിട്ട് ഡീൽ ചെയ്യുക. ഒന്ന് ടാക്സേഷനും മറ്റൊന്ന് ഫിസ്ക്കൽ പോളിസിയും അതുപോലെ തന്നെ പബ്ലിക് ഫൈനാൻസ് ബജറ്റുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു ചാപ്റ്റർ. ദെൻ അത് കഴിഞ്ഞ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആൻഡ് റൈറ്റ്സ്. ഇതെന്ന് പറയുന്നത് അത്രത്തോളം നമ്മൾ പഠിക്കേണ്ട എന്നല്ല, നമ്മൾ നമുക്കറിയാം 5 മാർക്കിനാണ് പ്രിലിംസിന്റെ സിലബസ് കൊടുത്തിട്ടുള്ളത് എക്കണോമിക്സ്. അപ്പൊ അതിന് വേണ്ടി ഈ ഒരു 5 ചാപ്റ്റേഴ്സിന്റെ അകത്തു നിന്നും എക്സാമിന് വേണ്ടി നമ്മൾ തയ്യാറെടുക്കുക എന്നുള്ളതാണ് ഇതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. നമുക്ക് അത്രത്തോളം പരിചയമില്ലാത്തൊരു സാധനമല്ല, കാരണം നമ്മൾ മുൻ വർഷങ്ങളിൽ കണ്ട പ്രിലിംസിന്റെ അതേ സിലബസ് ആണ്. പക്ഷേ നമുക്കൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു സംഗതി കാണാൻ പറ്റുന്നത് മെയിൻസ് എക്സാമിന്റെ സിലബസിനാണ് അല്ലെ. എക്കണോമിക്സിന്റെ മെയിൻസ് എക്സാമിന്റെ സിലബസ് എന്ന് പറയുന്നത് ഇവിടെ 15 മാർക്കാണ് കൊടുത്തിട്ടുള്ളത്. കണ്ടല്ലോ, 15 മാർക്സിനാണ് സിലബസ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ അതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഇവിടെ എക്കണോമിക്സ് എന്നുള്ളതല്ല കൊടുക്കുന്നത്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും പ്രിലിംസിന് അവിടെ എക്കണോമിക്സ് എന്നാണ് കൊടുത്തിട്ടുള്ളത്. നമ്മൾ പറഞ്ഞു എക്കണോമിക്സിന്റെ എക്കണോമിയുടെ വ്യത്യാസം ഫസ്റ്റ് വീഡിയോയിൽ, എക്കണോമിക് സീരീസിന്റെ ഫസ്റ്റ് വീഡിയോയിൽ നമ്മൾ പറഞ്ഞു. പക്ഷെ ഇവിടെ നോക്കി ഇന്ത്യൻ എക്കണോമി എന്നാണ് കൊടുത്തിരിക്കുന്നത്. പ്രിലിംസ് എക്കണോമിക്സ് ആണെങ്കിൽ ഇവിടെ എക്കണോമി എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുമായിട്ട് നടന്ന സംഭവങ്ങളെ പറ്റി അവിടെ ഡിസ്കഷൻ. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഒരു ക്രൊണോളജിക്കൽ ഓർഡറിൽ പഠിച്ചു പോകാൻ പറ്റുന്ന രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. അതായത് സിലബസ് ഇതുപോലെ തന്നെയാണ് എക്കണോമിക്സിന്റെ സിലബസ് കൊടുത്തിട്ടുള്ളത് മെയിൻസിൽ, PSC നോട്ടിഫിക്കേഷനിൽ. പക്ഷെ നമ്മളതിനെ ഒരു ടേബിൾ ഫോമാറ്റിൽ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നതേ ഉള്ളൂ. ഇവിടെ നോക്കി, ആദ്യമായിട്ട് ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. അതിനകത്ത് നമ്മുടെ ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർ ഭരിച്ച സമയത്തുള്ള ഇന്ത്യൻ എക്കണോമിയിൽ അത് എന്തുമാത്രം ഇമ്പാക്ട് ഉണ്ടാക്കി ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ. നമുക്കറിയാം ഇന്ത്യ വലിയൊരു സാമ്പത്തിക ശക്തിയായിരുന്നു. അതിൽ നിന്ന് ബ്രിട്ടീഷ് ഭരിച്ച സമയത്ത്, ബ്രിട്ടീഷുകാരുടെ കൊളോണിയൽ റൂളിന്റെ സമയത്ത് ഇന്ത്യ സമ്പദ് വ്യവസ്ഥ നേരിട്ട ആഘാതം സാമ്പത്തികമായിട്ട്, നമ്മുടെ അഗ്രികൾച്ചർ സെക്ടർ, ഇൻഡസ്ട്രിയൽ സെക്ടറിലൊക്കെ ഉണ്ടായ ആഘാതം എന്താണ്, ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ ഏത് അവസ്ഥയിലോട്ട് മാറി എന്നുള്ളത്. ദെൻ കണ്ടീഷൻസ് ഓഫ് പീപ്പിൾ ആൻഡ് സൊസൈറ്റി. അത് കൂടാതെ നമ്മുടെ സൊസൈറ്റിയിലുണ്ടായ സോഷ്യൽ ഇമ്പാക്ട്, സൊസൈറ്റിയിലുണ്ടായ ജനങ്ങളുടെ മേലുണ്ടായ ഇമ്പാക്ട്, അൺഎംപ്ലോയ്മെന്റ്, ഹെൽത്ത്, അത്തരത്തിലുള്ള പല കാര്യങ്ങളിലുണ്ടായ ഇമ്പാക്ട് തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമുക്ക് നോക്കണം. അത് ഇന്ത്യ സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുന്നേ, അല്ലെങ്കിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും കൃത്യമായിട്ട് ഇതൊരു NCERT ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്. NCERTയുടെ 11th സ്റ്റാൻഡേർഡിലെ ഇന്ത്യൻ എക്കണോമിക് ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ഒരു ടെക്സ്റ്റ് ബുക്കിൽ ഇന്ത്യ ഓൺ ദ ഈവ് ഓഫ് ഇൻഡിപെൻഡൻസ് എന്നൊരു ചാപ്റ്റർ ഉണ്ട്. ആ ചാപ്റ്റർ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം കാര്യങ്ങൾ ക്ലിയർ ആവും. അതായത് ഇന്ത്യ സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുന്നേ ഉള്ള ഇന്ത്യയുടെ അവസ്ഥ. അത് കഴിഞ്ഞ് അടുത്ത് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ക്രൊണോളജിക്കൽ ഓർഡറിലാണ് പോകുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അടുത്ത് കാണാൻ പറ്റുന്നത് എന്താണ്, ഇന്ത്യ സ്വാതന്ത്ര്യം കിട്ടി, ഇന്ത്യയിൽ പ്ലാനിങ് ആരംഭിക്കുന്നു. അതായത് 1947 വരെയുള്ളതാണെങ്കിൽ ഇത് അതിനുശേഷം 1951 ഇന്ത്യ പ്ലാനിങ് ആരംഭിക്കുന്നു. അതിനുശേഷം എന്ത് ചെയ്യുന്നുണ്ട്, ഇന്ത്യയുടെ ഹിസ്റ്ററി ഓഫ് പ്ലാനിങ്, നമ്മുടെ 5 ഇയർ പ്ലാൻസ് ഉണ്ട്, പ്ലാനിംഗ് കമ്മീഷൻ എന്താണ്, നീതി ആയോഗ്, അവരുടെ ഫങ്ഷൻസ്, രണ്ടും തമ്മിലുള്ള കമ്പാരിസൺ തുടങ്ങിയ കാര്യങ്ങൾ, ഇന്നത്തെ ഒരു പ്ലാനിങ്ങിന്റെ അവസ്ഥ, പ്ലാനിങ് വഴി ഉണ്ടായ ഡെവലപ്മെന്റ്, ഗ്രോത്ത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്യുന്നു. അതിനകത്ത് ഓരോ 5 ഇയർ പ്ലാൻസിനെ പറ്റി നോക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് 1991 വന്നിട്ടുള്ള ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ. അതിനുള്ള കാരണങ്ങൾ എന്താണ്, അത് നമ്മുടെ സമ്പദ് വ്യവസ്ഥയിൽ ഉണ്ടാക്കിയ ഇമ്പാക്ട് എന്താണ്. അപ്പൊ വീണ്ടും നമുക്ക് കാണാൻ പറ്റും ഈ ഒരു കാലഘട്ടം കഴിഞ്ഞിട്ട് വരുന്നത്. ഇത് കഴിഞ്ഞിട്ട് അടുത്തൊരു പോയിന്റ് എന്ന് പറയുന്നത് എക്കണോമിക് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്. എക്കണോമിക് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്, സാമ്പത്തിക വളർച്ചയും സാമ്പത്തിക വികസനവും. ഈ ഒരു പോർഷൻ എന്ന് പറയുന്നത് ഇതെന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണ്, ഇന്ത്യയിൽ ഇക്കാലം അത്രയും ഇന്ത്യ നേടിയ സാമ്പത്തിക വളർച്ചയും സാമ്പത്തിക വികസനവും എന്നാണ് ഈ ഒരു ചാപ്റ്ററിനകത്ത് പറയുന്നത്. പക്ഷെ ഇത് പഠിക്കണമെങ്കിൽ വെറുതെ ഇന്നുള്ള സാമ്പത്തിക വികസനം എന്താണ്, സാമ്പത്തിക വളർച്ച, വെറുതെ ഇന്ന് ഇന്ത്യ നേടിയ സാമ്പത്തിക വളർച്ച എത്ര, അല്ലെങ്കിൽ ഇന്ത്യ സാമ്പത്തിക വികസനത്തിൽ ഏതെല്ലാം മേഖലകളിൽ മുന്നിൽ നിൽക്കുന്നു എന്നൊക്കെ മാത്രം അറിഞ്ഞിട്ട് കാര്യമില്ല. അതിന്റെ ബേസിക് ആയിട്ടുള്ള നാഷണൽ ഇൻകം, ദേശീയ വരുമാനം. നമ്മൾ എപ്പോഴും സാമ്പത്തിക വളർച്ച എന്ന് പറയുമ്പോൾ ദേശീയ വരുമാനത്തിലുണ്ടായ വളർച്ച എന്നാണ് പറയുന്നത്, GDP-യിലുണ്ടായ വളർച്ച എന്ന് പറയുന്നത്. അപ്പൊ ടേംസ് നമുക്കറിയണം അല്ലെ. നാഷണൽ ഇൻകം എന്താണ്, GDP എന്താണ് എക്കണോമിക് ഗ്രോത്ത്, അതുപോലെ തന്നെ എന്താണ് ഡെവലപ്മെന്റും ഗ്രോത്തും തമ്മിലുള്ള വ്യത്യാസം. നമ്മൾ എപ്പോഴും ഗ്രോത്ത് എന്താണ്, ഡെവലപ്മെന്റ് എന്താണെന്ന് കേൾക്കാറില്ല. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താ. ദെൻ സെക്ടറൽ കോൺട്രിബ്യൂഷൻ നമ്മൾ കേൾക്കാറുണ്ട്, പ്രൈമറി സെക്ടർ, സെക്കൻഡറി സെക്ടർ, ടെർഷ്യറി സെക്ടർ, പ്രാഥമികം, ദ്വിതീയം, തൃതീയം. ഈ മേഖലകളെല്ലാം നമ്മുടെ വരുമാനത്തിൽ എന്തുമാത്രം കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ആക്ച്വലി 15 മാർക്സിന് നമുക്ക് ഫ്രണ്ടിലുള്ളത്. ഇന്ത്യൻ എക്കണോമി, ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. മനസ്സിലായല്ലോ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇവിടെ നോക്കാനുള്ളത്. 15 മാർക്ക്. അപ്പൊ 15 മാർക്ക് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ കൺവെൻഷനലി പഠിക്കുന്ന പോലെ ജസ്റ്റ് ഒരു റാങ്ക് ഫയൽ മാത്രം യൂസ് ചെയ്തിട്ടുള്ളൊരു പഠനം
ഈ ഡിഗ്രി ലെവൽ എക്സാമിന് പ്രത്യേകിച്ച് ഈ ഒരു മെയിൻ എക്സാം ക്രാക്ക് ചെയ്യാൻ നമുക്ക് സാധ്യമല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, പ്രധാനമായിട്ടും നമ്മൾ 11th 12th സ്റ്റാൻഡേർഡ് NCERT ടെക്സ്റ്റ് ബുക്കുകൾ നിർബന്ധമായിട്ട് നമ്മൾ കവർ ചെയ്യണം. അതുപോലെ തന്നെയാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ UPSCക്ക് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു സ്മാർട്ട് വർക്ക് UPSC നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ പഠിക്കുന്ന ആൾക്കാരൊക്കെ ആസ്പിറൻസ് ഒക്കെ ഫോളോ ചെയ്യുന്ന ഒരു പാറ്റേൺ അല്ലെങ്കിൽ പഠനത്തിന് അവർ സ്വീകരിക്കുന്ന അവരുടെ ഒരു വർക്കിംഗ് സ്മാർട്ട് വർക്ക് ഉണ്ടല്ലോ, അത് നമുക്ക് എന്ത് ചെയ്യണം, ഇവിടെ കൊണ്ടുവരാൻ ശ്രമിക്കണം. കാരണം നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും കൃത്യമായിട്ടും 15 മാർക്ക് എന്ന് പറയുമ്പോൾ ഈ ഒരു ചെറിയ പോർഷനിൽ 15 മാർക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ ഡെപ്തിലുള്ള പഠനം ആവശ്യമാണ് അല്ലേ. ഡെപ്തിൽ എന്ന് പറയുന്ന സമയത്ത് വാരി വലിച്ചിട്ട് പഠിക്കുക എന്നുള്ളതല്ല, ആവശ്യമില്ലാത്ത എലിമിനേറ്റ് ചെയ്ത് കളയുക, ആവശ്യമുള്ളത് മാത്രം പഠിക്കുക. അപ്പൊ നമുക്ക് എന്താണ്, നമുക്ക് സിവിൽ സർവീസ് എക്സാമുകളിൽ നടത്തുന്ന അതേ ഒരു പഠനം നമുക്ക് ഇവിടെ കൊണ്ടുവരണം, അല്ലെങ്കിൽ KASന് വേണ്ടി നമ്മൾ നടത്താൻ ഉദ്ദേശിക്കുന്ന അതേ ഒരു പഠനം ഈ ഒരു മെയിൻ എക്സാമിന് കൊണ്ടുവരണം. അപ്പൊ അതിന് വേണ്ടിയായിരിക്കും നമ്മുടെ ക്ലാസ്സസ്, അത്തരത്തിലുള്ള രീതിയിലുള്ള ഒരു മാതൃകയിലായിരിക്കും നമ്മുടെ ക്ലാസ്സസ് കണ്ടക്ട് ചെയ്യുക എന്നുള്ള കാര്യം ആദ്യം മനസ്സിലാക്കിയിരിക്കുക. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ഏത് രീതിയിലായിരിക്കാം നമ്മുടെ പഠനം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്നത് മനസ്സിലാക്കാൻ വേണ്ടി നമ്മളിവിടെ എക്കണോമിക് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് എന്ന് പറയുന്ന പോർഷൻ, ഈ ഒരു പോർഷൻ ഉണ്ടല്ലോ, ഈ ഒരു പോർഷൻ നമുക്ക് എന്ത് ചെയ്യാം, നമുക്കൊരു മാതൃക, നമ്മുടെ പഠനത്തിന്റെ മാതൃക എങ്ങനെ ആയിരിക്കണം, അല്ലെങ്കിൽ ഇതിൽ നിന്ന് എന്തെല്ലാമൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം പഠിക്കാൻ വേണ്ടി എന്നുള്ളൊരു മാതൃക നമുക്ക് ഈ ഒരു വീഡിയോയുടെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ട് നമുക്ക് നോക്കാം. അതായത് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഈ ഒരു എക്കണോമിക് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ഒരു പോർഷൻ ഒന്നെടുത്ത് ഡിസ്കസ് ചെയ്യുന്നുണ്ട്, അതിന്റെ ഒരു മാതൃക നമ്മൾ നോക്കുന്നുണ്ട്, ഒരു മോഡൽ ക്ലാസ് പോലെ നമ്മൾ നോക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമുക്കറിയാം ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുമ്പോൾ വെറുതെ അങ്ങനെ ഒരു ചാപ്റ്റർ അല്ല, അതിനകത്ത് സബ് ഡിവിഷൻസ് ഉണ്ട്. അതിനകത്ത് ആദ്യം സാമ്പത്തിക വളർച്ച, സാമ്പത്തിക വികസനം എന്നാണ് ആ ഒരു പോർഷന്റെ പേര് അല്ലേ. അതിനകത്ത് നാഷണൽ ഇൻകം എന്താണെന്ന് നമ്മൾ ആദ്യം അറിയണം. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ എക്കണോമിക് ഗ്രോത്തിലോട്ട് പോകുന്നത്. അത് കഴിഞ്ഞിട്ട് ആ ഡെവലപ്മെന്റിലോട്ട് പോകുന്നത്, ഡെവലപ്മെന്റൽ ഇൻഡിക്കേറ്റേഴ്സിലോട്ടും ദെൻ സെക്ടറൽ കോൺട്രിബ്യൂഷനും. ഇങ്ങനെ ഒരു ഓർഡറിലാണ് നമ്മൾ പോകാനുള്ളത്. അതിന്റെ ഭാഗമായിട്ട് നാഷണൽ ഇൻകം എന്ന് പറയുന്ന പോർഷനാണ് നമ്മൾ ആദ്യമായിട്ട് നമ്മളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. നമ്മൾ എല്ലാവരും ഒരുമിച്ച് തന്നെ എന്ത് ചെയ്യണം, മുന്നോട്ട് പോകണം. മനസ്സിലായില്ല? അതായത് പഠനത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഈ ഒരു പോർഷൻ പഠിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഈ ഒരു മാതൃക, നമ്മൾ ഈ ഒരു മാതൃകയിലായിരിക്കണം പഠനം മുന്നോട്ട് കൊണ്ടുപോകുള്ളൂ. അപ്പൊ എല്ലാവരും ഈ ഒരു മാതൃകയിലോട്ട് എത്തണം. മനസ്സിലായില്ല? നമ്മൾ കാണാതെ പഠിക്കുന്നതിന് മാറി ഒരു സ്മാർട്ട് വർക്കിലോട്ട് അല്ലെങ്കിൽ നമ്മുടെ അപ്രോച്ചിൽ ചെറുതായിട്ടൊരു ചേഞ്ച് എന്ത് ചെയ്യണം, കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫാക്ട്, ഒരു വർഷം അല്ലെങ്കിൽ ഒരാളുടെ പേര് അത് കാണാതെ മാത്രം പഠിക്കുന്നതിനപ്പുറം, കാണാപ്പാഠം പഠിക്കരുത് എന്നല്ല പറയുന്നത്, അത് പഠിക്കുന്നതിനപ്പുറം കോൺസെപ്റ്റും കൂടെ മനസ്സിലാക്കി പഠിക്കുക. ഫസ്റ്റ് വീഡിയോയിൽ ഞാൻ പറഞ്ഞ പോലെ കോൺസെപ്റ്റും കൂടെ. അപ്പോൾ നമ്മൾ ഈ വീഡിയോ കാണുന്ന എല്ലാവരും, നമ്മുടെ സുഹൃത്തുക്കൾ എല്ലാവരും എന്ത് ചെയ്യണം, ഒരുമിച്ച് എന്ത് ചെയ്യണം, ഈ ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പൊ ആദ്യമായി ദേശീയ വരുമാനം എന്താണ് എന്നത് അറിഞ്ഞാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, എന്താണ് വളർച്ച എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റത്തുള്ളൂ. അപ്പൊ ദേശീയ വരുമാനം എന്താണെന്ന് അറിയണമെങ്കിൽ ഒരു രാജ്യത്തെ എക്കണോമിക് ആക്ടിവിറ്റീസ് എന്താണെന്ന് അറിയണം. എക്കണോമിക് ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ സാമ്പത്തിക പ്രവർത്തനങ്ങൾ അല്ലെ. ഒരു രാജ്യത്തിന് ഇൻകം ജനറേറ്റ് ചെയ്യുന്ന, റവന്യൂ ജനറേറ്റ് ചെയ്യുന്ന എല്ലാ തരത്തിലുള്ള പ്രവർത്തനങ്ങളെയും നമുക്ക് എക്കണോമിക് ആക്ടിവിറ്റി, സാമ്പത്തിക പ്രവർത്തനങ്ങൾ എന്ന് പറയാം. ഒരു രാജ്യത്ത് സാധനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്നു, പ്രൊഡക്ഷൻ, അതിന്റെ ഡിസ്ട്രിബ്യൂഷൻ, വിതരണം, അതിന്റെ കൺസംഷൻ തുടങ്ങിയതെല്ലാം തന്നെ എക്കണോമിക് ആക്ടിവിറ്റീസ് ആണല്ലേ. ഇപ്പൊ റവന്യൂ ജനറേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇൻകം ജനറേറ്റ് ചെയ്യുന്ന ഏതൊരു ആക്ടിവിറ്റീസിനെ നമുക്ക് എക്കണോമിക് ആക്ടിവിറ്റി എന്ന് പറയാം. മനസ്സിലായല്ലോ? അപ്പോ ഒരു രാജ്യത്ത് നടക്കുന്ന മുഴുവൻ എക്കണോമിക് ആക്ടിവിറ്റീസിനെയും കൂടെ ചേർത്തിട്ടാണ് നമ്മൾ ദേശീയ വരുമാനം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിലോട്ട് എത്തുക. അപ്പൊ നോക്കിയേ, നാഷണൽ ഇൻകം അക്കൗണ്ടിങ് ഇസ് എ സിസ്റ്റമാറ്റിക് ഫ്രെയിംവർക്ക് used to measure and analyze economic activity of a country during a specific year. അതായത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു രാജ്യത്ത്, ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം നമ്മളിപ്പോൾ എടുക്കുകയാണ്. ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് ഒരു ഫൈനാൻഷ്യൽ സ്പെസിഫിക് പീരീഡ് എന്ന് പറയുമ്പോൾ ഒരു വർഷത്തിനകത്ത് നടക്കുന്ന മുഴുവൻ എക്കണോമിക് ആക്ടിവിറ്റീസിനെ നമ്മൾ മെഷർ ചെയ്യുന്നു. അതിനെയാണ് നമ്മൾ നാഷണൽ ഇൻകം എന്ന് പറയുന്നത്. ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം എടുക്കുന്നു. ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് ഒരു വർഷം എന്ന് പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, ആ വർഷം എന്ന് പറയുന്നത് വെറും ജനുവരി മുതൽ ഡിസംബർ വരെയുള്ള വർഷമല്ല. പകരം April 1st to March 31st വരെയുള്ള പീരീഡ്, ഇതിനെയാണ് നമ്മൾ സാമ്പത്തിക വർഷം എന്ന് പറയുക, അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ ഇയർ, സാമ്പത്തിക വർഷം എന്ന് പറയുക. അപ്പോൾ ഒരു രാജ്യത്ത് ഒരു വർഷം എന്ന് പറയുമ്പോൾ സാമ്പത്തിക വർഷം, ആ രാജ്യത്ത് നടക്കുന്ന മുഴുവൻ എക്കണോമിക് ആക്ടിവിറ്റീസ് എന്ന് വെച്ചാൽ ഇൻകം ജനറേറ്റ് ചെയ്യുന്ന, ഇൻകം ഏൺ ചെയ്യുന്ന എല്ലാ ആക്ടിവിറ്റീസും, ക്യാഷ് ജനറേറ്റ് ചെയ്യുന്ന എല്ലാ ആക്ടിവിറ്റീസിന്റെയും ടോട്ടൽ വാല്യൂവിനെയാണ് നമ്മൾ ദേശീയ വരുമാനം എന്ന് പറയുക.
ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെ നമ്മൾ എന്തെല്ലാം എക്കണോമിക് ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ടോ, ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടോ, സർവീസ് കൊടുക്കുന്നുണ്ടോ, ഇതെല്ലാം എക്കണോമിക് ആക്ടിവിറ്റീസിൽ, അതായത് എന്തെല്ലാം ക്യാഷ് ജനറേറ്റ് ചെയ്യുന്ന ഏതൊരു ആക്ടിവിറ്റീനെ എക്കണോമിക് ആക്ടിവിറ്റി എന്ന് പറയാം. രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് മുതൽക്കൂട്ടാകുന്ന ഏതൊരു പ്രവർത്തനത്തിനെയും എക്കണോമിക് ആക്ടിവിറ്റി എന്ന് പറയാം. അപ്പോൾ ഒരു രാജ്യത്തിനകത്ത് ഒരു സാമ്പത്തിക വർഷം നടത്തുന്ന മുഴുവൻ എക്കണോമിക് ആക്ടിവിറ്റീസിന്റെ സമ്മിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, നാഷണൽ ഇൻകം എന്ന് പറയുന്നത്. അപ്പൊ നാഷണൽ ഇൻകം, ഈ ഒരു നാഷണൽ ഇൻകം കണ്ടെത്തുന്ന ഒരു പ്രക്രിയ അല്ലെങ്കിൽ നാഷണൽ ഇൻകം എസ്റ്റിമേറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് നാഷണൽ ഇൻകം അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. നാഷണൽ ഇൻകം, രാജ്യത്തിന്റെ നാഷണൽ ഇൻകം കണ്ടെത്തുന്നു, എസ്റ്റിമേറ്റ് ചെയ്യുന്നു, തയ്യാറാക്കുന്നു. ആ ഒരു പ്രവർത്തനത്തിനെയാണ് നാഷണൽ ഇൻകം അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ നിങ്ങൾ നോക്കിയേ, ഇവിടെ നമ്മൾ പറഞ്ഞു ഒരു രാജ്യത്ത്, ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യത്ത് ഒരു സാമ്പത്തിക വർഷം എന്ന് പറഞ്ഞു അല്ലേ, ഫൈനാൻഷ്യൽ ഇയർ. അതായത് ഇന്ത്യയുടെ സാമ്പത്തിക വർഷം എന്ന് പറയുന്നത് ഏപ്രിൽ 1 ടു മാർച്ച് 31 ആണേ. ഉദാഹരണം, ഇപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, അതായത് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് ഇപ്പൊ സാമ്പത്തിക വർഷം ഇതിപ്പോ ഏതാണ്, 2024 അല്ലേ? ഇപ്പോ ഇത് 2024 ആണ്. 2024 ഏപ്രിൽ 1 ടു 2025 മാർച്ച് 31. ഇതാണ് ഒരു സാമ്പത്തിക വർഷം, ഏപ്രിൽ ടു മാർച്ച്. ഒരു വർഷം ഏപ്രിൽ മുതൽ അടുത്ത വർഷം മാർച്ച് വരെ, അതാണ് ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക വർഷം, അതായത് ഇന്ത്യയുടെ സാമ്പത്തിക വർഷം. ഈ ഒരു സാമ്പത്തിക വർഷം, അതായത് ഈ ഒരു പീരീഡിൽ ഇന്ത്യക്കകത്ത് നടക്കുന്ന മുഴുവൻ എക്കണോമിക് ആക്ടിവിറ്റീസിന്റെയും വാല്യൂ, അതിനെയാണ് നാഷണൽ ഇൻകം എന്ന് പറയുക, ദേശീയ വരുമാനം എന്ന് പറയുക. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഈ ഒരു ദേശീയ വരുമാനം കണ്ടെത്തുന്ന പ്രക്രിയയാണ് നമ്മൾ എന്തെന്ന് പറയുക, നാഷണൽ ഇൻകം അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. ഇനി ഒരു രാജ്യത്ത് ദേശീയ വരുമാനം കണ്ടെത്തുന്നതിനുള്ള കാരണങ്ങൾ, റീസൺസ് ഫോർ കാൽക്കുലേറ്റിംഗ് നാഷണൽ ഇൻകം എന്തൊക്കെയാണ്? നമുക്കറിയാം നമ്മുടെ രാജ്യത്തിൽ എന്തൊക്കെ ആക്ടിവിറ്റീസ് നടക്കുന്നു നമുക്ക് അറിയണം അല്ലെ? കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തൊക്കെ ആക്ടിവിറ്റീസ് നടക്കുന്നു, എന്തുമാത്രം ആക്ടിവിറ്റീസ് നടക്കുന്നു എന്ന് അറിഞ്ഞാൽ മാത്രമേ ഒരു രാജ്യത്തിന്റെ എക്കണോമിക് ഹെൽത്ത് കൃത്യമായിട്ട് അസസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പൊ നിങ്ങളൊന്ന് ആലോചിക്കുക, ഒരു രാജ്യത്ത് സാധനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്നു, സേവനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്നു, കഴിഞ്ഞ വർഷത്തെക്കാളും കൂടുതൽ പ്രൊഡക്ഷൻ നടക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ജനങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള പ്രൊഡക്ഷൻ നടക്കുന്നുണ്ടോ? അപ്പൊ ഏതൊക്കെ മേഖലകളിലാണ് പ്രൊഡക്ഷൻ കുറഞ്ഞിട്ടുള്ളത്, അല്ലെങ്കിൽ ഏതൊക്കെ മേഖലയിൽ ഗവൺമെന്റ് കൂടുതൽ ശ്രദ്ധ ആവശ്യമാണ്? അതായത് രാജ്യത്തിന്റെ മുഴുവൻ എക്കണോമിക് ആക്ടിവിറ്റീസും മെഷർ ചെയ്യാനാണ് ദേശീയ വരുമാനം കണക്കാക്കുന്നത്. മനസ്സിലായല്ലോ? അതുവഴി രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയുടെ ഹെൽത്ത് നമുക്ക് അസസ് ചെയ്യാൻ പറ്റുന്നു കൃത്യമായിട്ട്. അതുപോലെ തന്നെ എക്കണോമിക് ആക്ടിവിറ്റീസിന്റെ ട്രെൻഡ്, അതായത് കഴിഞ്ഞ വർഷം കാർഷിക മേഖലയിൽ ഇത്ര ഉൽപാദനം നടന്നു, ഈ വർഷം ഇത്ര ഉൽപാദനം നടന്നു. അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കഴിഞ്ഞ വർഷത്തെക്കാളും കൂടുതൽ ഉൽപാദനം നടന്നു, അല്ലെങ്കിൽ കഴിഞ്ഞ വർഷത്തോളം കുറച്ച് ഉൽപാദനമാണ് നടന്നത്. അപ്പൊ ട്രെൻഡ് എന്ന് പറഞ്ഞാൽ താഴോട്ടാണ്, ഒരു ഡൗൺവേർഡ് ട്രെൻഡാണ്. നമുക്ക് ട്രെൻഡ് മനസ്സിലാക്കാൻ പറ്റുന്നു അല്ലെ? കഴിഞ്ഞ വർഷത്തെക്കാളും കൂടുതൽ ആക്ടിവിറ്റീസ് നടന്നു, അല്ലെങ്കിൽ കഴിഞ്ഞ വർഷത്തെക്കാളും കുറച്ച് ആക്ടിവിറ്റീസ് ആണോ നടന്നത്, തുടങ്ങിയ കാര്യങ്ങൾ. അതുപോലെ തന്നെ ഹെൽപ്സ് ഇൻ ഫോർകാസ്റ്റിംഗ് ഗ്രോത്ത്, പോളിസി ഫോർമുലേഷൻ ഫോർ ദ ഫ്യൂച്ചർ. അതായത് ഈ ഒരു ദേശീയ വരുമാനം വെച്ച് നോക്കുന്ന സമയത്ത് ഗവൺമെന്റിന് ഭാവി പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നു, ഫോർകാസ്റ്റ് ചെയ്യാൻ പറ്റുന്നു. ഗ്രോത്ത്, ഭാവിയിൽ നമുക്ക് വളർച്ച ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ടോ, ഈ ഒരു പോക്കാണെങ്കിൽ ഭാവിയിൽ കൂടുതൽ ആക്ടിവിറ്റീസ് നടക്കുമോ, അല്ലെങ്കിൽ തന്നെ എന്താണ് പോളിസി ഫോർമുലേറ്റ് ചെയ്യുക. ഉദാഹരണം, കാർഷിക മേഖലയിൽ പ്രൊഡക്ഷൻ കുറഞ്ഞു, അല്ലെങ്കിൽ വ്യാവസായിക മേഖലയിൽ പ്രൊഡക്ഷൻ കുറഞ്ഞെങ്കിൽ ഗവൺമെന്റിന് തീരുമാനം എടുക്കാൻ പറ്റും, എന്താ ആ മേഖലയിൽ നമ്മുടെ കൂടുതൽ ശ്രദ്ധ ആവശ്യമാണ്, അപ്പൊ അവിടത്തേക്ക് വേണ്ടി കൂടുതൽ സ്കീമുകൾ അനൗൺസ് ചെയ്യാം. പുതിയൊരു സ്കീം ഞാൻ പ്രഖ്യാപിക്കുന്നു, PM കിസാൻ സമ്മാൻ നിധി, കർഷകർക്ക് വരുമാനം കിട്ടുന്നില്ല, അതിന്റെ ഭാഗമായിട്ട് 2000 രൂപ 3 തവണ ഒരു വർഷത്തേക്ക് കൊടുക്കാൻ പോകുന്നു. ഗവൺമെന്റിന് പോളിസി തയ്യാറാക്കാൻ, ഗവൺമെന്റിന് നയം രൂപീകരിക്കാൻ വേണ്ടി രാജ്യത്തെ ദേശീയ വരുമാനം മനസ്സിലാക്കിയാലേ പറ്റത്തുള്ളൂ. രാജ്യത്തെ സമ്പദ് വ്യവസ്ഥയുടെ സ്ഥിതി മനസ്സിലാക്കിയാലേ ഗവൺമെന്റ് ഏതൊക്കെ മേഖലകളിൽ കൂടുതൽ ഫോക്കസ് കൊടുക്കണമെന്നുള്ള കാര്യം നമുക്ക് കൃത്യമായിട്ട് അതുവഴി നയം രൂപീകരിക്കാൻ പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ ഹൈ നാഷണൽ ഇൻകം റിഫ്ലക്ട് ഹൈ ഗ്രോത്ത് ആൻഡ് ദസ് അട്രാക്ട് ഹൈ FDI. അതായത് ഉയർന്ന ദേശീയ വരുമാനമുള്ള രാജ്യം വെച്ച് നോക്കുന്ന സമയത്ത് പുറത്തുനിന്ന് ഒരാൾ നോക്കുമ്പോൾ ഇന്ത്യ ഉയർന്ന ദേശീയ വരുമാനം, ഉയർന്ന വളർച്ചയുള്ള രാജ്യമാണ്, അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിൽ കൂടുതൽ നിക്ഷേപിക്കാം, അതായത് നിക്ഷേപ സൗഹൃദമായിട്ടുള്ളൊരു അവസ്ഥയുണ്ട് അവിടെ. അതുപോലെ തന്നെ നമുക്ക് അവിടെ പുതിയ ബിസിനസ് തുടങ്ങാൻ ഒരു എൻവയോൺമെന്റ് അവിടെ ഉണ്ട് എന്ന് പറഞ്ഞ് ആൾക്കാർ എന്ത് ചെയ്യും, കൂടുതൽ ഇന്ത്യയിലോട്ട് നിക്ഷേപിക്കാൻ തുടങ്ങും അല്ലെ? അങ്ങനെ വരുന്ന സമയത്ത് കൂടുതൽ വിദേശ നിക്ഷേപങ്ങൾ വരും. നിങ്ങൾ കണ്ടില്ലേ, ആപ്പിൾ ഇവിടെ പുതിയ പ്ലാന്റ് തുടങ്ങി, ടെസ്ല ഇവിടെ അവരുടെ പ്രൊഡക്ഷൻ ബിസിനസ് അവരുടെ ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നു എന്നൊക്കെ പറയുന്നില്ല. അതായത് കൂടുതൽ ദേശീയ വരുമാനം ഉണ്ടെങ്കിൽ, കൂടുതൽ ഗ്രോത്ത് വളർച്ചയുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്, FDI, ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ്, വിദേശത്ത് നിന്ന് നിക്ഷേപം ഇങ്ങോട്ട് കൂടുതൽ വരാനുള്ള ഒരു സാധ്യത നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് മാത്രമല്ല,
ദേശീയ വരുമാനം വഴി നമ്മുടെ പ്രസ്റ്റീജ് ആണല്ലേ, അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളുടെ ഒരു കമ്പാരിസൺ സാധ്യമാണല്ലേ. ലോകത്തെ ഏറ്റവും വലിയ സമ്പദ് വ്യവസ്ഥകൾ അത് രാജ്യത്തിന്റെ ദേശീയ വരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ നോക്കുന്നത്. ലോകത്തെ ദേശീയ വരുമാനം കണക്കാക്കുമ്പോൾ, അതായത് ലോകത്ത് അതത് രാജ്യങ്ങളിൽ നടക്കുന്ന എക്കണോമിക് ആക്ടിവിറ്റീസ് ഏറ്റവും കൂടുതൽ ഏത് രാജ്യത്താണോ ആ രാജ്യമാണ് ലോകത്തെ ഏറ്റവും വലിയ സമ്പദ് വ്യവസ്ഥ. ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ ലോകത്തെ സമ്പദ് വ്യവസ്ഥകളിൽ ഏറ്റവും വലിയ സ്ഥാനം എന്ന് പറയുന്ന യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയ്ക്കാണ്. ലോകത്തെ ഏറ്റവും വലിയ ലാർജസ്റ്റ് എക്കണോമി ഇൻ ദ വേൾഡ് USA ആണ്. രണ്ടാമത് നിൽക്കുന്ന ചൈനയാണ്, മനസ്സിലായോ. മൂന്നാമത് നിൽക്കുന്ന ജപ്പാനാണ്. നാലാമത് നിൽക്കുന്ന ജർമ്മനിയാണ്. 5-ാം സ്ഥാനത്താണ് നമ്മുടെ സ്വന്തം ഇന്ത്യ എന്ന് പറയുന്നത്. നമ്മുടെ ഇന്ത്യ 5-ാം സ്ഥാനത്താണ് ലോകത്തെ ഏറ്റവും വലിയ സമ്പദ് വ്യവസ്ഥകളുടെ കാര്യത്തിൽ. അപ്പൊ കമ്പാരിസൺ യൂസ് ചെയ്യാം അല്ലെ. ഇന്ത്യ UK മറികടന്ന് 5-ാമത് എത്തിയത്, മനസ്സിലായോ. ഫ്രാൻസിനെ മറികടന്നു, UK മറികടന്നു, ഇപ്പൊ ഇന്ത്യ 5-ാം സ്ഥാനത്താണ് ലോകത്തെ ഏറ്റവും വലിയ എക്കണോമീസിന്റെ കാര്യത്തിൽ. അപ്പൊ ഇത് നമുക്ക് കമ്പാരിസൺ പോസിബിൾ ആണല്ലേ ലോക രാജ്യങ്ങളോട്. അപ്പൊ ലോകത്ത് ഏറ്റവും വേഗത്തിൽ വളരുന്ന സമ്പദ് വ്യവസ്ഥയിൽ ഒന്നാണ് ഇന്ത്യ. നമ്മൾ കാണാറില്ലേ, ലോകത്തെ ഏറ്റവും വേഗത്തിൽ വളരുന്ന സമ്പദ് വ്യവസ്ഥകളിൽ ഒന്നാണ് ഇന്ത്യ. ലോകത്തെ ഏറ്റവും വലിയ സമ്പദ് വ്യവസ്ഥകളിൽ 5-ാം സ്ഥാനമാണ് ഇന്ത്യ. 2030 ഇന്ത്യ 3-ാം സ്ഥാനം, US ചൈനയും കഴിഞ്ഞാൽ 3-ാം സ്ഥാനത്തേക്ക് ഇന്ത്യ ഉയരും എന്നാണ് പറയുന്നത്, മനസ്സിലായല്ലോ. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കുക. എന്തുകൊണ്ട് ദേശീയ വരുമാനം കണക്കാക്കുക? വെറുതെ നമ്മൾ ദേശീയ വരുമാനം കണക്കാക്കുന്നത് ദേശീയ വരുമാനത്തിന്റെ GDP ഉണ്ട്, GNP ഉണ്ട് തുടങ്ങിയ കാര്യങ്ങൾ മാത്രം നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല. നമ്മൾ എന്തിനിത് പഠിക്കുന്നു, മനസ്സിലായല്ലോ. അപ്പൊ എന്താണ് ഇന്ത്യ 5-ാം സ്ഥാനം? ലോകത്തെ ഏറ്റവും വലിയ സമ്പദ് വ്യവസ്ഥയിൽ ഇന്ത്യ 5-ാം സ്ഥാനം. അതെങ്ങനെയാ? എക്കണോമിക് ആക്ടിവിറ്റീസ്, ഈ സാമ്പത്തിക പ്രവർത്തനങ്ങൾ, അത് ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നു, സർവീസ് കൊടുക്കുന്നു, പ്രൊഡക്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ, ഇതെല്ലാം എക്കണോമിക് ആക്ടിവിറ്റി അല്ലേ. എക്കണോമിക് ആക്ടിവിറ്റീസിന്റെ വാല്യൂ എടുക്കുമ്പോൾ ലോകത്ത് 5-ാം സ്ഥാനത്താണ് ഇന്ത്യ. 2030 കൂടി ഇന്ത്യ 3-ാം സ്ഥാനം കൈവരിക്കും എന്നാണ് എന്ത് ചെയ്യുന്നത്, പറയപ്പെടുന്നത്, മനസ്സിലായല്ലോ. അപ്പൊ ഇതൊക്കെയാണ് ദേശീയ വരുമാനം കണക്കാക്കുന്നതിന്റെ പലതരത്തിലുള്ള കാരണങ്ങൾ എന്ന് പറയുന്നത്, മനസ്സിലായല്ലോ. അപ്പൊ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും, ഇന്ത്യയിൽ ആദ്യമായിട്ട് ദേശീയ വരുമാനം കണക്കാക്കുന്ന ദാദാഭായ് നവറോജിയാണ് അല്ലെ. ദാദാഭായ് നവറോജി ഇന്ത്യൻ എക്കണോമിക്സിന്റെ പിതാവ്, ഫാദർ ഓഫ് ഇന്ത്യൻ എക്കണോമിക്സ് എന്നൊക്കെ പറയാറില്ലേ. അപ്പൊ അദ്ദേഹത്തിന് അത് നമുക്ക് ഹിസ്റ്ററി ഓഫ് നാഷണൽ ഇൻകം എന്ന് പറഞ്ഞ ചെറിയൊരു പോർഷൻ ഉണ്ട്. അത് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഇതൊക്കെ കഴിഞ്ഞിട്ട് ലാസ്റ്റ് നോക്കാനുള്ളതാണ്, മറ്റൊരു വീഡിയോയിൽ നമുക്ക് നോക്കാനുള്ളതാണ്. ഓക്കെ അല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ അടുത്ത് നോക്കുന്നത് ദേശീയ വരുമാനം നമ്മൾ പറയുമ്പോഴും പലപ്പോഴും നാഷണൽ ഇൻകം എന്ന് പറഞ്ഞിട്ടല്ല നമ്മൾ ഒരു ഡേറ്റ് അല്ലെങ്കിൽ എന്തോ ഒരു ഫിഗർ കാണിക്കുന്ന നാഷണൽ ഇൻകം എന്ന് പറഞ്ഞിട്ടല്ല. പലപ്പോഴും ഈ നാഷണൽ ഇൻകം എന്ന് പറയുമ്പോഴും അതിനൊപ്പം നമ്മൾ GDP എന്നോ GNP എന്നോ NDP എന്നോ NNP എന്നൊക്കെ പറയാറുണ്ടല്ലേ. അപ്പൊ എന്താണ് ഈ GDP, എന്താണ് GNP, എന്താണ് NDP, എന്താണ് NNP? ഇതെല്ലാം തന്നെ നാഷണൽ ഇൻകത്തിന്റെ പല രൂപങ്ങൾ അല്ലെങ്കിൽ അഗ്രഗേറ്റ്സ് ഓഫ് നാഷണൽ ഇൻകം നമുക്ക് പറയാം. നാഷണൽ ഇൻകത്തിന്റെ പലതരത്തിലുള്ള രൂപങ്ങളാണ് ഈ പറയുന്ന GDP ആണെങ്കിലും GNP ആണെങ്കിലും ഈ പറയുന്ന കാര്യങ്ങളൊക്കെ. അപ്പോൾ ഓരോന്നിനെ പറ്റി നമ്മൾ അറിഞ്ഞിരിക്കണം. എന്താണ് GDP, എന്താണ് GNP, NDP, NNP. അപ്പൊ നമ്മളൊരു എന്താ, നിങ്ങളിപ്പോ ഒരു ഡേറ്റ കാണുന്നു, രാജ്യത്ത് GDP ഗ്രോത്ത് റേറ്റ് ഇത്ര % ആണ്. അപ്പൊ എന്താണ് GDP എന്ന് അറിഞ്ഞാൽ മാത്രമല്ലേ GDP ഗ്രോത്ത് റേറ്റ് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്ക് ഓരോ കാര്യങ്ങളായിട്ട് നമുക്ക് നോക്കണം. എന്താണ് GDP എന്ന് പറയുന്ന ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്, മൊത്ത ആഭ്യന്തര ഉൽപ്പന്നം, മനസ്സിലായല്ലോ. അപ്പൊ നിങ്ങൾക്ക് പലപ്പോഴും തോന്നും, അയ്യോ ഈ ഒരു പേരുകൾ, ഈ ഒരു പേരുകളൊക്കെ നമുക്കറിയാം, ഈ കോൺസെപ്റ്റുകളൊക്കെ എവിടെ നമുക്ക് പഠിച്ച് മനസ്സിലാക്കാൻ പറ്റും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം തന്നെ NCERT ടെക്സ്റ്റ് ബുക്കിനകത്ത് കവർ ചെയ്യുന്ന കാര്യങ്ങളാണ്. സ്കൂൾ ടെക്സ്റ്റ് ബുക്കുകൾക്കകത്ത്, അതായത് SCERTസിലും NCERTസിലും ഈ കോൺസെപ്റ്റുകളെല്ലാം കവർ ആകുന്നുണ്ട്, മനസ്സിലായല്ലോ. നമ്മൾ ഈ പറയുന്ന ഈ ഒരു ചാപ്റ്ററിന്റെ പ്രത്യേകത, അതായത് എക്കണോമിക് ഗ്രോത്തും ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ പ്രത്യേകത, NCERT SCERTs വായിക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചൊരു ഭാഗം കിട്ടും എന്താണെന്നുള്ള ഐഡിയ. അതിന് പുറമെ നമ്മുടെ രാജ്യത്തിന്റെ ഗ്രോത്ത് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ കറണ്ട് അഫയേഴ്സ്, നമ്മുടെ രാജ്യത്തിന്റെ എക്കണോമിക് സർവേ, ബജറ്റ് തുടങ്ങിയ കാര്യങ്ങൾ. അപ്പൊ നമ്മൾ എൻട്രിയുടെ ക്ലാസ്സസ് എന്ന് പറയുന്നത് നമ്മുടെ അതത് വർഷത്തെ എക്കണോമിക് സർവേ, ബജറ്റിൽ നിന്നുള്ള ഡേറ്റ, അതുപോലെ തന്നെ ഗവൺമെന്റ് റിലീസ് ചെയ്യുന്ന മറ്റ് ഡേറ്റ എല്ലാം കളക്ട് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ക്ലാസ്സസ് പ്രസന്റ് ചെയ്യുക എന്ന് പറയുന്നത്, മനസ്സിലായല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ബേസിക് ആയിട്ടുള്ള മറ്റ് കാര്യങ്ങൾ, കോൺസെപ്റ്റുകളെല്ലാം തന്നെ നിങ്ങൾക്ക് സ്കൂൾ ടെക്സ്റ്റ് ബുക്കുകളിൽ കിട്ടും. മറ്റു കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, നമ്മുടെ കറണ്ട് അഫയേഴ്സ് മെറ്റീരിയൽസ് ഒക്കെ യൂസ് ചെയ്യാം. നമ്മുടെ ക്ലാസ് എന്ന് പറയുന്നത് ഇതെല്ലാം കൂടെ ഉൾപ്പെടുന്ന ഒരു കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള അപ്രോച്ചാണ് നമ്മൾ ക്ലാസ്സിൽ സ്വീകരിക്കാൻ പോകുന്നത്. ഓക്കെ അല്ലേ. അപ്പോൾ നമുക്കിനി GDP എന്ന് പറയുന്ന കോൺസെപ്റ്റിലോട്ട് തിരിച്ചു വന്നു കഴിഞ്ഞാൽ, GDP എന്ന് പറഞ്ഞാൽ എന്താ, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്. എൻ്റെ മലയാളം മൊത്ത ആഭ്യന്തര ഉൽപ്പന്നം അല്ലേ. ചില ആൾക്കാർക്ക് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് എന്ന് കേൾക്കുന്ന സമയത്ത് തന്നെ കാര്യം പിടികിട്ടും. നിങ്ങൾ കേട്ടിട്ടുള്ളതായിരിക്കും, പഠിച്ച സമയത്ത് കേട്ടിട്ടുള്ളതാ. GDP ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് എന്ന് വെച്ചാൽ എന്താ, ഒന്നുമില്ല. സിമ്പിളായിട്ട് പറഞ്ഞാൽ ഒരു രാജ്യം, ഈ ഒരു രാജ്യത്തിനകത്ത് ഒരു വർഷം നമ്മൾ സാമ്പത്തിക വർഷം എന്ന് പറയുമ്പോൾ സാമ്പത്തിക വർഷം എടുക്കുക കേട്ടോ. എന്താണ് സാമ്പത്തിക വർഷം? April 1 to March 31 വരെ ഒരു രാജ്യത്തിനകത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ടോട്ടൽ ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ മണി വാല്യൂ ആണ് എന്തെന്ന് പറയുന്നത്.
GDP എന്ന് പറയുന്നത്. അപ്പോൾ ടോട്ടൽ മണി വാല്യൂ ഓഫ് ഓൾ ദ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ് വിത്തിൻ ദ ഡൊമസ്റ്റിക് ടെറിട്ടറി ഓഫ് എ കൺട്രി ഡ്യൂറിംഗ് എ ഫൈനാൻഷ്യൽ ഇയർ. ഒരു സാമ്പത്തിക വർഷം April 1 to March 31. ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ നേരത്തെ എടുത്ത പേജ് തന്നെ എടുക്കാം. ഇപ്പൊ നമ്മളിവിടെ പറഞ്ഞ 2024 April 1 to 2025 March 31 വരെ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിനകത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ടോട്ടൽ ഗുഡ്സിന്റെയും സർവീസസിന്റെയും മണി വാല്യൂ. ടോട്ടൽ ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നു, സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നു, സേവനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്നു, കൊടുക്കുന്നു. ഇതാണല്ലോ എക്കണോമിക് ആക്ടിവിറ്റി അല്ലേ? സാധനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്നതും സേവനങ്ങൾ കൊടുക്കുന്നതുമാണല്ലോ എക്കണോമിക് ആക്ടിവിറ്റി, കാശ് ജനറേറ്റ് ചെയ്യുന്നത്. അതായത് ഒരു രാജ്യത്തിനകത്ത്, ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിനകത്ത്, ശ്രദ്ധിക്കണം, ഇന്ത്യയുടെ ഡൊമസ്റ്റിക് ടെറിട്ടറിക്കകത്ത്, ഇന്ത്യ എന്ന് പറയുമ്പോൾ മുകളില് ലഡാക്ക് മുതൽ താഴെ തമിഴ്നാട്, ഗുജറാത്ത് മുതൽ അത് നമ്മുടെ അരുണാചൽ പ്രദേശ് വരെ വരുന്നില്ലേ, അതുപോലെ ലക്ഷദ്വീപും ആൻഡമാനും, പിന്നെ ഇന്ത്യയുടെ ടെറട്ടോറിയൽ വാട്ടേഴ്സ്, ഇന്ത്യയുടെ സമുദ്രാതിർത്തി, ഇതെല്ലാം കൂടെ ചേരുന്നതാണ് ഇന്ത്യ എന്ന് പറയുന്നതാണല്ലോ. ഈ ഇന്ത്യ എന്ന് പറയുന്ന നമ്മുടെ രാജ്യത്തിനകത്ത്, ശ്രദ്ധിക്കണം, ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിനകത്ത് 2024 April 1 മുതൽ 2025 March 31 വരെ എന്തെല്ലാം സാധനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടോ, എന്തെല്ലാം സേവനങ്ങൾ കൊടുക്കുന്നുണ്ടോ, ഇതിന്റെ എല്ലാം ആകെ കൂടെ മണി വാല്യൂ ആണ് GDP എന്ന് പറയുന്നത്. GDP is the total money value of all the final goods and services produced in a country during a financial year. ഒരു രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്ന മുഴുവൻ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെ തുകയാണ് GDP. അത് ഇന്ത്യക്ക് അകത്ത് ഉൽപ്പാദിപ്പിക്കുന്നത്. അത് ഇന്ത്യക്ക് അകത്തെന്ന് പറയുമ്പോൾ ഇന്ത്യക്കാർ ഉൽപ്പാദിപ്പിച്ചതാകാം, വിദേശികളായിട്ടുള്ള ആൾക്കാർ ഉൽപ്പാദിപ്പിച്ചതാകാം അല്ലെ. ഇന്ത്യക്കകത്ത് ഒരുപാട് വിദേശികൾ ജോലി ചെയ്യുന്നില്ലേ, അവർ ഉൽപ്പാദിപ്പിച്ച സാധനങ്ങളാകാം, അവർ കൊടുത്ത സേവനങ്ങളാകാം. അവിടെ നമ്മൾ നോക്കാനുള്ളത് ഇന്ത്യക്കാരനാണോ വിദേശിയാണോ ഉൽപ്പാദിപ്പിച്ചത് ഒന്നും നോക്കണ്ട, ഇന്ത്യക്കകത്താണോ പ്രവർത്തനം നടന്നത്. നമ്മൾ പറഞ്ഞ ഇന്ത്യയുടെ ഡൊമസ്റ്റിക് ടെറിട്ടറി നമുക്കറിയാലോ. ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന്റെ ഡൊമസ്റ്റിക് ടെറിട്ടറിക്കകത്ത് നടന്ന, അല്ലെങ്കിൽ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന്റെ ഡൊമസ്റ്റിക് ടെറിട്ടറിക്കകത്താണോ ഈ പ്രവർത്തനങ്ങൾ നടക്കുന്നത്, ആൻഡമാൻ ലക്ഷദ്വീപും കൂടെ ചേരുന്ന ഇതിനകത്താണോ ഈ പ്രവർത്തനം നടന്നത്, അത് ഇന്ത്യക്കാരനായിക്കോട്ടെ വിദേശി ആയിക്കോട്ടെ, ആര് ചെയ്താലും അത് ഇന്ത്യയുടെ GDPയുടെ ഭാഗമാണ്. ആര് കാശ് ജനറേറ്റ് ചെയ്യുന്ന ആക്ടിവിറ്റി അവിടെ നടത്തിയാലും അത് GDPയുടെ ഭാഗമാണ്. ഓക്കെ അല്ലേ, ക്ലിയർ അല്ലേ? അതിനകത്ത് നമുക്ക് അങ്ങനെ പ്രത്യേകിച്ച് വേർതിരിവൊന്നുമില്ല, ഇന്ത്യക്കാരനാണോ വിദേശിയാണോ എന്നൊരു വേർതിരിവൊന്നും നമ്മൾ GDPയിൽ അവിടെ കാണിക്കാറില്ല. ഇന്ത്യക്കകത്താണോ അത് ഇന്ത്യയുടെ GDPയുടെ ഭാഗമാണെന്നുള്ള കാര്യം അറിഞ്ഞിരിക്കും. ഇനി അടുത്ത് മറ്റൊരു ടേം അവിടെ ഉണ്ട്, ഫൈനൽ ഗുഡ്സ് അല്ലെ. ഫൈനൽ ഗുഡ്സ്, അതെന്താണ് ഫൈനൽ ഗുഡ്സ് എന്ന് പറയുന്നത്? അവിടെ ഒരു ചോദ്യം വരുന്നു, എന്താണ് ഫൈനൽ ഗുഡ്സ്? നമ്മൾ വെറുതെ ഗുഡ്സ് എന്ന് പറഞ്ഞാൽ പോരെ, ഗുഡ്സ് സാധനങ്ങൾ അല്ല, ഇവിടെ ഫൈനൽ ഗുഡ്സ് എന്നാണ് പറയുന്നത്. അപ്പൊ ഫൈനൽ ഗുഡ്സ് എന്ന് പറയണമെങ്കിൽ വേറെന്തോ ഗുഡ്സ് ഉണ്ടാകണം അല്ലെ. യെസ്, ഗുഡ്സ് തന്നെ രണ്ടെണ്ണം ഉണ്ട്. ഒന്നെന്ന് വെച്ചാൽ ഇന്റർമീഡിയറ്റ് ഗുഡ്സും മറ്റൊന്ന് ഫൈനൽ ഗുഡ്സും. അപ്പോൾ രണ്ട് തരത്തിലുള്ള ഗുഡ്സ് ഉണ്ട്, ഇന്റർമീഡിയറ്റ് ഗുഡ്സും ഉണ്ട്, ദെൻ ഫൈനൽ ഗുഡ്സും ഉണ്ട്. രണ്ട് തരത്തിലുള്ള ഗുഡ്സ് ഉണ്ട്. ഇന്റർമീഡിയറ്റ് ഗുഡ്സ് എന്ന് വെച്ചാൽ ഒരു സാധനം ഉൽപ്പാദിപ്പിക്കുന്ന വേളയിൽ, അതായത് ഒരു സാധനത്തിൽ നിന്ന് മറ്റൊരു സാധനം ഉൽപ്പാദിപ്പിക്കുന്നതിന് ഇടയിലുള്ള ഒരു സാധനം. കൺഫ്യൂഷൻ ആയോ? കൺഫ്യൂഷൻ ആകണ്ട. റബ്ബർ ഷീറ്റ് ഇല്ലേ, റബ്ബർ പാലെടുത്തിട്ട് നമ്മൾ റബ്ബർ ഷീറ്റ് ഉണ്ടാക്കുന്നു. ആ റബ്ബർ ഷീറ്റ് നേരിട്ട് നമ്മൾ ഉപയോഗിക്കുകയാണോ ചെയ്യുന്നത്? അല്ല. ആ റബ്ബർ ഷീറ്റ് ഉപയോഗിച്ച് ടയർ ഉണ്ടാക്കുന്നു, റബ്ബർ ബോൾ ഉണ്ടാക്കുന്നു, ഇറേസർ ഉണ്ടാക്കുന്നു. റബ്ബർ കൊണ്ട് ഒരുപാട് സാധനങ്ങൾ ഉണ്ടാക്കത്തില്ലേ? അപ്പൊ ഇതെല്ലാം ഫുട്ബോൾ ഉണ്ടാക്കുന്നു. ഈ സാധനങ്ങളെല്ലാം തന്നെ ഫൈനൽ ഗുഡ്സ് ആണ്. അതേസമയം റബ്ബർ ഷീറ്റ് എന്ന് പറയുന്നത് ഇന്റർമീഡിയറ്റ് ഗുഡ്സ് ആണ്. ഇന്റർമീഡിയറ്റ് ഗുഡ്സ് എന്ന് പറയുന്നത് മറ്റൊരു സാധനം ഉണ്ടാക്കാൻ വേണ്ടി വർക്ക് ഇൻ പ്രോഗ്രസ് ഇടയിൽ നിൽക്കുന്നതാണ് ഇന്റർമീഡിയറ്റ് ഗുഡ്സ്. ഉദാഹരണം, കോട്ടൺ വസ്ത്രങ്ങൾ നിർമ്മിക്കാൻ വേണ്ടി പരുത്തി ഉണ്ടല്ലോ, കോട്ടൺ എടുത്ത് അതിൽ നൂല് നോക്കും അല്ലെ, നൂലെടുക്കുമല്ലോ, യാൺ, കോട്ടൺ യാൺ. ആ നൂലുകൾ എന്ന് പറയുന്നത് ഇന്റർമീഡിയറ്റ് ഗുഡ്സ് ആണ്. അത് കോട്ടൺ വസ്ത്രങ്ങളായിട്ട് മാറുമ്പോൾ അത് ഫൈനൽ ഗുഡ്സ് ആയിട്ട് മാറുന്നു. മനസ്സിലായല്ലോ? നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഈ കോട്ടൺ നൂലിന്റെ വില നമ്മൾ GDP കണക്കാക്കുമ്പോൾ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഫൈനൽ ഗുഡ്സിന്റെ വില മാത്രമേ എടുക്കത്തുള്ളൂ, ഇന്റർമീഡിയറ്റ് ഗുഡ്സ് അവിടെ എടുക്കത്തില്ല. ഇന്റർമീഡിയറ്റ് ഗുഡ്സിന്റെ വില എടുത്തു കഴിഞ്ഞാലുള്ള പ്രത്യേകത എന്താ? അതെടുത്ത് അത് പിന്നീട് എന്തായിട്ട് മാറും? ഫൈനൽ ഗുഡ്സ് ആയിട്ട് മാറും അല്ലേ. ഈ കോട്ടൺ നൂൽ എന്ന് പറയുന്ന കോട്ടൺ വസ്ത്രങ്ങളായിട്ട് മാറും. അപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ടും വസ്ത്രങ്ങളുടെ വില GDPയിൽ എടുക്കും. ആ വസ്ത്രങ്ങളുടെ വിലയ്ക്കകത്ത് നൂലിന്റെ വിലയുണ്ടല്ലേ. അപ്പൊ ഒരിക്കൽ എടുത്ത സാധനം വീണ്ടും എടുക്കുന്നു. അല്ലെങ്കിൽ റബ്ബർ, നമ്മൾ ടയർ ഉണ്ടാക്കുമ്പോൾ ടയറിന്റെ വില നമ്മൾ GDPയിൽ ആഡ് ചെയ്യും. ആ റബ്ബർ ഷീറ്റിന്റെ വിലയും കൂടി ആഡ് ചെയ്ത് എന്ത് സംഭവിക്കും? ടയറിന്റെ വിലയ്ക്കകത്ത് റബ്ബർ ഷീറ്റിന്റെ വിലയുണ്ട്. അപ്പൊ ഒരിക്കൽ എടുത്ത സാധനം വീണ്ടും നമ്മൾ ആഡ് ചെയ്യുന്നു. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? ഡബിൾ കൗണ്ടിങ് എന്ന് വിളിക്കുക. അതായത് ഒരു തവണ GDP കണക്കാക്കാൻ എടുത്ത സാധനം വീണ്ടും വീണ്ടും നമ്മൾ ആഡ് ചെയ്യും. അപ്പൊ ഡബിൾ കൗണ്ടിങ് ഉണ്ടാവും. GDP പെരുപ്പിച്ച് കാണിക്കുന്നതിന് തുല്യമാകും അല്ലെ.
അതുകൊണ്ട് നമ്മൾ ഇന്റർമീഡിയറ്റ് ഗുഡ്സ് എടുക്കാറില്ല, ഫൈനൽ ഗുഡ്സ് മാത്രമേ നമ്മൾ എന്ത് ചെയ്യാറുള്ളൂ, എടുക്കാറുള്ളൂ എന്നുള്ള കാര്യം ഒന്ന് ഓർത്തിരിക്കുക. അപ്പോൾ നമ്മൾ ഗുഡ്സ് എന്ന് പറയുമ്പോൾ ഇന്റർമീഡിയറ്റ് ഗുഡ്സും ഉണ്ട്, ഫൈനൽ ഗുഡ്സ് ഒന്നുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ എന്താണ് GDP എസ്റ്റിമേഷന്, GDP കാൽക്കുലേഷന് ഇന്റർമീഡിയറ്റ് ഗുഡ്സ് എടുക്കാറില്ല. ഫൈനൽ ഗുഡ്സ്, അന്തിമ വസ്തുക്കൾ, അതായത് എന്താണ് നമ്മുടെ ഫൈനൽ കൺസംഷൻ ഉള്ള വസ്തുക്കൾ മാത്രമേ നമ്മൾ എന്ത് ചെയ്യാറുള്ളൂ, എടുക്കാറുള്ളൂ. ഓക്കെ അല്ലേ? അപ്പൊ അതാണ് ഇന്റർമീഡിയറ്റ് ഗുഡ്സും ഫൈനൽ ഗുഡ്സ് എന്ന് പറയുന്നത്. ഇനി ഇന്റർമീഡിയറ്റ് ഗുഡ്സും ഫൈനൽ ഗുഡ്സും നമ്മൾ നോക്കുന്നത് എങ്ങനെയാണ്? ഒരു സാധനം ഇന്റർമീഡിയറ്റ് ഗുഡ്സ് ആണോ നോക്കുന്നത് അതിനി മറ്റൊരു പ്രോസസ്സിലൂടെ കടന്നു പോകാൻ പാടില്ല. ഒരു എക്സാമ്പിൾ, എ എന്ന് പറയുന്ന ഒരു ഇന്റർമീഡിയറ്റ് ഗുഡ് ആവണമെങ്കിൽ അത് ഇനി മറ്റൊരു പ്രോസസ്സിലൂടെ കടന്നു പോയിട്ട് ബി എന്ന് പറയുന്ന വേറൊരു സാധനമായിട്ട് മാറണം. നമ്മൾ കടയിൽ വിൽക്കുന്ന ബി ആണ്, ആൾക്കാർക്ക് ബി എന്ന് പറയുന്ന സാധനം വാങ്ങാൻ പറ്റണം. എ എന്ന് പറയുന്ന റബ്ബർ ഷീറ്റാണ്, ബി എന്ന് പറയുന്ന കാറിന്റെ ടയറാണ്. ഓക്കെ അല്ലേ? അപ്പോൾ എ രൂപം മാറി ടയറായിട്ട് മാറും അല്ലെ, റബ്ബർ ഷീറ്റ് രൂപം മാറി ടയറായിട്ട് മാറും. പിന്നെ ടയർ നമ്മൾ വിൽക്കുകയാണ്, അത് വിറ്റും കാശുണ്ടാക്കുന്നു. പിന്നീട് എ എന്ന് പറയുന്ന സാധനം ഇല്ല, അപ്പൊ എ ഇന്റർമീഡിയറ്റും ബി ഫൈനൽ ഗുഡ്. മനസ്സിലായല്ലോ? അതായത് വീണ്ടും ഒരു പ്രോസസ്സിലൂടെ കടന്നുപോയി മറ്റൊരു സാധനമായിട്ട് മാറുമ്പോഴാണ് ഇന്റർമീഡിയറ്റ് ഫൈനൽ ആയിട്ട് മാറുന്നത്. അതുകൊണ്ട് നമ്മൾ ഇന്റർമീഡിയറ്റ് എടുക്കില്ല, കാരണം ഫൈനൽ ഗുഡ്സിന്റെ വിലയ്ക്കകത്ത് ഇന്റർമീഡിയറ്റ് ഗുഡ്സും വരുന്നുണ്ട്. മനസ്സിലായോ? ക്ലിയർ ആയോ? ഓക്കെ അല്ലേ? ഇനി അപ്പൊ നമ്മൾ ഇവിടെ പറയുന്നത് GDP-യിൽ ഫൈനൽ ഗുഡ്സ് മാത്രമേ എടുക്കത്തുള്ളൂ, ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ് മാത്രമേ എടുക്കത്തുള്ളൂ. ഞാൻ പറഞ്ഞു ഒരു രാജ്യത്തിനകത്തുള്ള മുഴുവൻ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും വാല്യൂ ആണ് GDP എന്ന് പറഞ്ഞു. അതിനകത്ത് വ്യത്യാസമൊന്നും നമുക്കില്ല കേട്ടോ. ഇന്ത്യക്കാരനാകാം, വിദേശിയാകാം, ആര് പ്രൊഡ്യൂസ് ചെയ്താലും ഇന്ത്യക്കകത്താണോ ഫൈനൽ ഗുഡ്സ് ആണോ അത് GDP-യുടെ ഭാഗമായിട്ട് നമ്മൾ എടുക്കുന്നുണ്ട്. അതേസമയം ഇതിൽ വ്യത്യാസം വരുന്ന വേറൊരു സാധനമുണ്ട്. അപ്പൊ ഇത് നമ്മൾ നോക്കി, ഇതാണ് GDP എന്ന് പറയുന്നത് അല്ലേ, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് ആണല്ലോ. ഇനി വ്യത്യാസം വരുന്ന മറ്റൊരു സാധനമാണ് GNP, ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ്. എന്താണ് ഇതിന്റെ വ്യത്യാസം? മറ്റേ ഡൊമസ്റ്റിക് എന്ന് പറഞ്ഞു, അതായത് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിനകത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗുഡ്സിന്റെയും സർവീസസിന്റെയും വാല്യൂ ആണ് GDP എന്ന് പറയുന്നത്. അതേസമയം GNP എന്ന് പറഞ്ഞാൽ എന്താ? ഇന്ത്യ എന്ന് പറയുന്ന രാജ്യമല്ല നമ്മൾ എടുക്കുന്നത്, ഇന്ത്യക്കാരെയാണ് നമ്മൾ അവിടെ എടുക്കുന്നത്, ഇന്ത്യൻ നാഷണൽസ്. ഓക്കെ, അപ്പൊ കൺഫ്യൂഷൻ ആവും അല്ലേ നിങ്ങൾക്ക്? എന്താണ് ഇപ്പം പറയുന്നത് എന്നുള്ളത് ക്ലിയർ ആക്കി തരാം. GDP എന്ന് പറഞ്ഞാൽ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിനകത്ത്, എൻ്റെ ഇന്ത്യ അത്ര നല്ല ഇന്ത്യ ഒന്നുമല്ല ഞാൻ വരയ്ക്കുന്നത്, നിങ്ങൾ എന്ത് ചെയ്യുക, ക്ഷമിക്കുക. ഓക്കെ, കുറച്ച് നല്ല ഇന്ത്യ അല്ലേ ഇപ്പോൾ? അപ്പൊ നോക്കിയേ, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ GDP എന്ന് പറഞ്ഞാൽ ഇന്ത്യക്കകത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന, ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിനകത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ടോട്ടൽ ഗുഡ്സിന്റെയും സർവീസസിന്റെയും വാല്യൂ ആണ് നമ്മൾ GDP-ക്കകത്ത് എടുക്കുക അല്ലേ. അതിനകത്ത് ഇന്ത്യക്കാര് ഏൺ ചെയ്യുന്ന കാശുമുണ്ട്, വിദേശികൾ ഏൺ ചെയ്യുന്ന കാശുമുണ്ട്, രണ്ടും GDP-ക്കകത്ത് വരുന്നുണ്ട്. അതേസമയം GNP എന്ന് പറയുന്ന കോൺസെപ്റ്റ്, ഇത് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് ആണ് GDP. അതേസമയം GNP എന്ന് വെച്ചാൽ ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ്. ഇവിടെ നമ്മൾ നോക്കുന്നത് ഇന്ത്യക്കകത്ത് ഏൺ ചെയ്യുന്ന കാശ്, അല്ലെങ്കിൽ ഇന്ത്യക്കകത്ത് ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതല്ല നമ്മൾ നോക്കുന്നത്. പകരം ഇന്ത്യക്കാരായിട്ടുള്ള വ്യക്തികൾ, ഇന്ത്യക്കാരായിട്ടുള്ള വ്യക്തികൾ ഇന്ത്യക്കകത്തുണ്ട്, അമേരിക്കയിലുണ്ട്, UK-യിലുണ്ട്, UAE-യിലുണ്ട്, പല രാജ്യങ്ങളിൽ ഇന്ത്യക്കാരായിട്ടുള്ള വ്യക്തികൾ താമസിക്കുന്നില്ലേ? അപ്പൊ എല്ലാ രാജ്യങ്ങളിലും അതുപോലെ തന്നെ ഇന്ത്യക്കകത്തും ഇന്ത്യക്കാരായിട്ടുള്ള വ്യക്തികൾ നേടിയെടുക്കുന്ന കാശാണ് നമ്മൾ GNP-ക്കകത്ത് നോക്കുന്നത്, ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ്. അപ്പോൾ എന്താണ്, വിദേശികൾ നേടുന്ന കാശ് അതിനകത്ത് എടുക്കത്തില്ല, ഇന്ത്യക്കാർ നേടുന്ന കാശ് മാത്രമേ നമ്മൾ എന്ത് ചെയ്യത്തുള്ളൂ, എടുക്കത്തുള്ളൂ. ഒരു ഉദാഹരണം ഞാൻ പറയാം. സപ്പോസ് ഇന്ത്യയുടെ GDP ഒരു 500 കോടിയാണെന്ന് വിചാരിക്കുക. ഓക്കെ, ഒരു എക്സാമ്പിൾ ആണേ പറയുന്നത്. നിങ്ങൾ ക്ലിയർ ആയിട്ട് അയ്യോ ഇങ്ങനെയാണോ GDP, അങ്ങനെയല്ല, നിങ്ങൾ ഒരു എക്സാമ്പിൾ ആയിട്ട് വിചാരിക്കുക. 500 കോടി വേഗത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി, ഇന്ത്യയുടെ GDP 500 കോടിയാണേ. അതില് ഒരു 400 കോടി എന്ന് പറയുന്നത് GDP എന്താണെന്ന് അറിയാമല്ലോ, നമ്മുടെ രാജ്യത്തിനകത്ത് ഗുഡ്സ് ആൻഡ് സർവീസ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതിന്റെ വാല്യൂ ആണ് GDP. ആ 500 കോടിയിൽ 400 കോടി ഇന്ത്യക്കാർ കഷ്ടപ്പെട്ട പൈസയും 100 കോടി വിദേശികളായിട്ടുള്ള ആൾക്കാർ കഷ്ടപ്പെട്ട പൈസയാണ്. അങ്ങനെയാണ് GDP കിട്ടിയത്, ടോട്ടൽ 500 കോടി. ഓക്കെ, പക്ഷെ GNP നമ്മൾ നോക്കുന്നത് വിദേശികൾ നേടിയ കാശ് നോക്കത്തില്ല, ഇന്ത്യക്കാർ നേടിയ കാശ് നോക്കും. അത് ഇന്ത്യക്കകത്ത് മാത്രമല്ല, ലോകത്തുള്ള എല്ലായിടത്തുനിന്നും ഇന്ത്യക്കാർ നേടിയ കാശ് നമ്മൾ നോക്കുന്നു. ഇനി നമുക്കറിയാം US എന്ന് പറയുന്ന രാജ്യത്ത് നിന്ന് അവിടുത്തെ GDP-യിൽ ഇന്ത്യക്കാരൻ നേടിയത് ഒരു 50 കോടിയാണെന്ന് വിചാരിക്കും. USA എന്ന് പറയുന്ന രാജ്യത്തിന്റെ GDP-യിൽ ഇന്ത്യക്കാർ നേടിയ കാശ് 50 രൂപ എന്ന് പറഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി UAE അറിയാമല്ലോ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിൽ ഇന്ത്യക്കാർ നേടിയ കാശ് ഒരു 100 കോടി എന്ന് പറഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട്. അതായത് വിദേശത്തുള്ള 2 രാജ്യങ്ങളിൽ ഇന്ത്യക്കാർ നേടിയ മൊത്തം കാശ് എന്ന് പറയുന്നത് 150 കോടി രൂപയാണ്.
ഓക്കെ, നമുക്കിനി GNP കണ്ടുപിടിക്കുമ്പോൾ എന്ത് ചെയ്യും? ഇവിടെ GDP എത്രയാണ്? 500 അല്ലേ? അതിനകത്ത് 400 കോടി ഇന്ത്യക്കാർ നേടിയതും 100 കോടി വിദേശികൾ നേടിയതും ആണല്ലോ. അപ്പൊ നമുക്ക് ആദ്യം GDP എന്ന് പറയുന്ന 500 കോടി എടുക്കാം. നമ്മുടെ കയ്യിലുള്ളത് GDP എന്ന് പറഞ്ഞ 500 കോടിയാണ്. ഓക്കെ അല്ലേ? അതിൽ നിന്ന് വിദേശികൾ നേടിയ കാശ് അങ്ങ് കുറയ്ക്കാം. നമുക്ക് GNP കണ്ടുപിടിക്കുമ്പോൾ വിദേശികൾ നേടിയ കാശ് വേണ്ട, ഇന്ത്യക്കാർ മാത്രം നേടിയ കാശ് മതി. അപ്പോൾ 100 കോടി കുറച്ചു. അപ്പൊ ബാക്കി എത്ര കിട്ടി? 400 കിട്ടി. ഇത് മാത്രമായാൽ GNP ആകോ? ഇല്ല. വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യക്കാർ നേടിയ കാശും വേണ്ടേ? വേണം. US 50 രൂപ ഇന്ത്യക്കാർ നേടിയതാണ്, UAE 100 രൂപ ഇന്ത്യക്കാർ നേടിയതാണ്, മൊത്തം 150 രൂപ വിദേശത്ത് നിന്ന് ഇന്ത്യക്കാർ നേടിയിട്ടുണ്ട്. അത് നമുക്ക് എന്ത് ചെയ്യാം? അങ്ങ് കൂട്ടാം. അപ്പൊ എത്രയായി? 550 ആയില്ലേ? ഇതാണ് ഇന്ത്യയുടെ GNP. ക്ലിയർ ആയോ? കൺഫ്യൂഷൻ ഉണ്ടോ? കൺഫ്യൂഷൻ ഉള്ളവർക്ക് ഒന്നും കൂടെ പറഞ്ഞുതരാം. നോക്കിയേ, GDP എന്ന് പറഞ്ഞാൽ ഇന്ത്യക്കകത്ത്, ഇന്ത്യ എന്ന് പറയുന്ന ആ ഡൊമസ്റ്റിക് ടെറിട്ടറി, ആ ജോഗ്രഫിക്കൽ ഏരിയക്കകത്ത് എന്തെല്ലാം ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടോ അതിന്റെ എല്ലാം മണി വാല്യൂ ആണ് GDP എന്ന് പറയുന്നത്. അത് 500 കോടിയാണ്. അത് ഇന്ത്യക്കാർ പ്രൊഡ്യൂസ് ചെയ്യുന്നതാകാം, വിദേശ കമ്പനികളോ വിദേശികളോ ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നതാകാം. ഇന്ത്യയുടെ ഡൊമസ്റ്റിക് ടെറിട്ടറിക്ക് അകത്താണെങ്കിൽ GDP ആണ്. ഇവിടെ നോക്കി, ഇത്തവണ ഇന്ത്യയുടെ GDP 500 കോടിയാണ്. 400 കോടി ഇന്ത്യക്കാർ നേടിയ കാശ്, 100 കോടി വിദേശികൾ ഇന്ത്യക്കകത്ത് നിന്ന് വർക്ക് ചെയ്ത് നേടിയ കാശ്. അതേസമയം GNP എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. ലോകത്തുള്ള എല്ലായിടത്തു നിന്നുള്ള ഇന്ത്യക്കാർ നേടുന്ന കാശാണ് ഇന്ത്യയുടെ GNP. അങ്ങനെ വരുമ്പോൾ ഇന്ത്യക്കകത്ത് GDPക്കകത്ത് ഇന്ത്യക്കാർ നേടിയ കാശുണ്ട്, വിദേശ രാജ്യങ്ങളുടെ GDPക്കകത്തും ഇന്ത്യക്കാർ നേടിയ കാശുണ്ട്. അങ്ങനെ വരുമ്പോൾ നമ്മുടെ രാജ്യത്തെ GDPയിൽ നിന്ന് വിദേശികൾ നേടിക്കൊണ്ടു പോകുന്ന കാശ് അങ്ങ് കുറയ്ക്കണം. കാരണം ഇന്ത്യക്കാർ നേടിയ കാശ് മാത്രം മതി. എന്നിട്ട് വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യൻ നാഷണൽസ് നേടിയ കാശ് അങ്ങ് കൂട്ടുക. അപ്പൊ നമുക്ക് 550 കിട്ടും. ക്ലിയർ അല്ലേ? ഇതിനൊരു ഫോർമുല രൂപത്തിൽ എഴുതി കഴിഞ്ഞാൽ GNP ഈസ് ഈക്വൽ ടു GDP പ്ലസ് നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം അബ്രോഡ്. കൺഫ്യൂഷൻ വേണ്ട, ഇവിടെ ഉണ്ട്. നോക്കിയേ, GNP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ GDPയുടെ കൂടെ നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം അബ്രോഡ് എന്ന് കൊടുത്തിട്ടുണ്ട്. നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം അബ്രോഡ് എന്ന് പറഞ്ഞാൽ വിദേശ രാജ്യങ്ങളിൽ നിന്ന് നേടുന്ന നെറ്റ് ഫാക്ടർ ഇൻകം, അറ്റ ഘടക വരുമാനം. അതാണ് നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം അബ്രോഡ്. അറ്റ ഘടക വരുമാനം വിദേശത്ത് നിന്നുള്ള. അതെന്താണെന്ന് നമ്മളത് പഠിച്ചില്ലല്ലോ നിങ്ങൾക്കൊരു ഡൗട്ട് തോന്നും. പക്ഷെ നമ്മൾ നോക്കി, എന്താണ് നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം അബ്രോഡ് എന്ന് വെച്ചാൽ ഇൻകം റിസീവ്ഡ് ബൈ നാഷണൽസ് വിത്തിൻ ദ ബൗണ്ടറി ഓഫ് ഫോറിൻ കൺട്രി. അതായത് വിദേശ രാജ്യത്ത് നിന്ന് ഇന്ത്യക്കാർ നേടുന്ന കാശ് 150 കോടി മൈനസ് ഇന്ത്യക്കകത്തുനിന്ന് വിദേശികൾ നേടുന്ന കാശ് 100 കോടി. അപ്പൊ എത്ര കിട്ടി? 50 കോടി കിട്ടിയില്ലേ? ഈ 50 കോടി GDPക്കൊപ്പം ആഡ് ചെയ്യുമ്പോൾ നോക്കിയേ, 500 പ്ലസ് 50, 550 കിട്ടിയല്ലോ. അതല്ലേ ഇവിടെ പറഞ്ഞത്. ഞാനത് ഫോർമുല ആയിട്ട് ഇവിടെ എഴുതാം കേട്ടോ, അപ്പൊ നിങ്ങൾക്ക് ക്ലിയർ ആകും. നോക്കി, നമ്മളൊരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞു. റെഡ് കളർ കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, അപ്പൊ നമുക്ക് വേറൊരു കളർ എടുക്കാം, വൈറ്റ് എടുക്കാം. അപ്പൊ നോക്കിയേ, നമ്മൾ പറഞ്ഞു ഇന്ത്യയുടെ GDP ഈ വർഷം 500 ആണ്. അതിനകത്ത് 400 ഇന്ത്യക്കാർ നേടിയ കാശാണ്, 100 ഫോറിനേഴ്സ് നേടിയ കാശാണ്. അതുപോലെ തന്നെ US-ന്റെ GDPക്കകത്ത് 50 കോടി ഇന്ത്യക്കാർ നേടിയിട്ടുണ്ട്. UAE-യുടെ GDPക്കകത്ത് 100 കോടി ഇന്ത്യക്കാർ നേടിയിട്ടുണ്ട്. ഇനി GNPയുടെ ഫോർമുല എന്താ? GNP ഈസ് ഈക്വൽ ടു GDP പ്ലസ് NFIA, നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം അബ്രോഡ്. GDP നമുക്കറിയാം 500 കോടി. ഇനി എന്താണ് NFIA എന്നുള്ളതാണ് നമുക്ക് നോക്കാനുള്ളത്. അപ്പൊ GNP ഈസ് ഈക്വൽ ടു GDP പ്ലസ് NFIA. അപ്പൊ എന്താണ് GDP? 500 കോടി. എന്താണ് NFIA? NFIA എന്ന് പറഞ്ഞാൽ അത് നമുക്ക് ഇവിടെ എഴുതാം. NFIA എന്ന് പറഞ്ഞാൽ എന്താണ്? NFIA എന്ന് വെച്ചാൽ വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യക്കാർ നേടിയ കാശ് 50 പ്ലസ് 100, 150 മൈനസ് ഇന്ത്യക്കകത്തുനിന്ന് വിദേശികൾ നേടിയ കാശ് 100 ഈസ് ഈക്വൽ ടു 50. അതായത് വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യക്കാർ കൊണ്ടുവന്ന കാശും ഇന്ത്യക്കകത്ത് നിന്ന് വിദേശികൾ കൊണ്ടുപോകുന്ന കാശും നമുക്ക് കുറയ്ക്കുമ്പോൾ NFIA, നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം അബ്രോഡ് എന്ന് പറയുന്ന ഒരു സാധനം കിട്ടും, 50. അത് ഇതിനൊപ്പം ആഡ് ചെയ്യുക. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 580. ഇതാണ് GNP, ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ്. വ്യത്യാസം മനസ്സിലായോ? GDP ഡൊമസ്റ്റിക് ടെറിട്ടറി ആണ് അവിടെ നോക്കുന്നെങ്കിൽ GNP നോക്കുന്ന എന്താണ്? അവിടെ ഇന്ത്യൻ നാഷണൽ ആണോ, ലൊക്കേഷൻ, ആ പുള്ളിക്കാരൻ എവിടെ ഉണ്ടായിരുന്നു, അതായത് ഇന്ത്യൻ നാഷണൽ ആണോ അല്ലെങ്കിൽ വിദേശിയാണോ, ഫോറിൻ നാഷണൽ ആണോ എന്നുള്ള കാര്യമാണ് എന്ത് ചെയ്യുന്നത് നോക്കുന്നത്. ഇറസ്പെക്റ്റീവ് ഓഫ് ദിയർ ലൊക്കേഷൻ, അവരുടെ ലൊക്കേഷൻ എവിടെ എന്നല്ല നോക്കുന്നത്. അമേരിക്കയിലുള്ള ഇന്ത്യക്കാരനാണോ, UAE-യിലുള്ള ഇന്ത്യക്കാരനാണോ, UK-യിലുള്ള ഇന്ത്യക്കാരനാണോ, കാനഡയിലുള്ള ഇന്ത്യക്കാരനാണോ, സൗദിയിലുള്ള ഇന്ത്യക്കാരനാണോ എന്നുള്ളതല്ല വിഷയം.
ഇന്ത്യക്കാരനാണോ ലോകത്ത് എവിടെ ഉണ്ടെങ്കിലും അത് നമ്മൾ GNP ഒപ്പം ആഡ് ചെയ്യും. GDP അങ്ങനെ ആഡ് ചെയ്യില്ല, ഭൂപ്രദേശം മാത്രമാണ് നോക്കുന്നത്. ഇനി ഈ GDPയും GNPയും പറഞ്ഞു, രണ്ട് ടേമുകൾ പറഞ്ഞു അല്ലേ. നമ്മളിവിടെ പറഞ്ഞ നാഷണൽ ഇൻകം എസ്റ്റിമേറ്റ്സിൽ 4 ഉണ്ട്: GDP, GNP, NDP, NNP. ഇതിൽ GDPയും GNPയും എന്താണെന്ന് പറഞ്ഞു. രണ്ട് ടേമുകൾ എന്താണെന്നുള്ള കോൺസെപ്റ്റ് ക്ലിയർ ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ അല്ലേ? അപ്പോൾ സംശയങ്ങളൊക്കെ ഉള്ളവർക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കമന്റ് ബോക്സിൽ ഇടാൻ കേട്ടോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, സംശയങ്ങൾ ക്ലിയർ ആക്കി തരാം. അപ്പൊ നിങ്ങൾ നോക്കുക, GDPയും GNPയും പറഞ്ഞു. പക്ഷെ ഇനി എങ്ങനെയാണ് GDP എസ്റ്റിമേറ്റ് ചെയ്യുന്നത് നമുക്ക് അറിയണ്ടേ? GDP എസ്റ്റിമേറ്റ് ചെയ്യാൻ എന്തെങ്കിലും ഒരു മാർഗം വേണ്ടേ? GDP എസ്റ്റിമേറ്റ് ചെയ്യാൻ ഒരു മാർഗമല്ല, 3 മാർഗമുണ്ട് പ്രധാനമായിട്ടും. ഒന്ന് ഇൻകം മെത്തേഡ്, എക്സ്പെൻഡിച്ചർ മെത്തേഡ്, പ്രോഡക്റ്റ് മെത്തേഡ്. വരുമാന രീതി, ചിലവ് രീതി, ഉൽപ്പന്ന രീതി. അപ്പൊ എന്തൊക്കെ മെത്തേഡാ? ഇൻകം മെത്തേഡ്, എക്സ്പെൻഡിച്ചർ മെത്തേഡ്, പ്രോഡക്റ്റ് മെത്തേഡ്. അങ്ങനെ പല രീതികളിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, GDP എസ്റ്റിമേറ്റ് ചെയ്യാം. ഓക്കെ അല്ലേ? അപ്പോൾ GDP എസ്റ്റിമേറ്റ് ചെയ്യാനുള്ള മെത്തേഡ് എന്ന് പറയുന്നത് ഒന്നാമത്തത് ഇൻകം മെത്തേഡ്, വരുമാന രീതി. ഇൻകം മെത്തേഡ്, അതായത് പ്രധാനമായിട്ടും ഇതെന്ന് പറയുന്നത് നമ്മൾ പ്രധാനമായിട്ട് നോക്കാനുള്ളതെന്ന് വെച്ചാൽ നമ്മൾ പ്രിലിംസിനകത്ത് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്നൊരു സാധനം ഉണ്ട് അല്ലേ. നിങ്ങൾ നോക്കി, പ്രിലിംസിന്റെ സിലബസ് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നുണ്ട്. എന്താണ് എക്കണോമിക് സെക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്ന ഒരു പോർഷൻ കാണാൻ പറ്റുന്നില്ലേ? നോക്കിയേ, ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. എന്താണ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ? ഇനി അറിയാത്തവരാണെങ്കിൽ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് വെച്ചാൽ എന്താ? അതായത് ഈ ഒരു പ്രിലിംസിന്റെ കണ്ടിന്യൂഷൻ ആണല്ലോ മെയിൻസ്, അല്ലെങ്കിൽ ഇതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ നാഷണൽ ഇൻകം നോക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾ ഇത് അറിഞ്ഞാൽ മാത്രമേ നാഷണൽ ഇൻകത്തിന്റെ ഇൻകം മെത്തേഡ് കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ എന്താണ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്? ഒരു രാജ്യത്ത് പ്രൊഡക്ഷൻ നടക്കണമെങ്കിൽ വേണ്ട, അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് പ്രൊഡക്ഷൻ നടക്കണമെങ്കിൽ വേണ്ട അടിസ്ഥാനപരമായിട്ടുള്ള ഘടകങ്ങളെയാണ് എന്തെന്ന് പറയുക, ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. അതിനകത്ത് എന്തൊക്കെ വരുന്നുണ്ട്? ലാൻഡ് വരുന്നുണ്ട്, ലേബർ വരുന്നുണ്ട്, അതുപോലെ തന്നെ ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓർഗനൈസേഷൻ. ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. ഇതിന് 4നെയാണ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഒരു ഉൽപാദനം നടക്കണമെങ്കിൽ വേണ്ട അടിസ്ഥാനമായിട്ടുള്ള 4 കാര്യങ്ങൾ: ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓർഗനൈസേഷൻ. ഈ 4 സ്ഥാപനങ്ങളും പ്രവർത്തിച്ചാൽ മാത്രമേ പ്രൊഡക്ഷൻ, ഉൽപാദനം നടക്കത്തുള്ളൂ. ഇനി വേറൊരു കാര്യം ശ്രദ്ധിക്കണം, നമ്മുടെ ഉൽപാദനം നടത്താൻ വേണ്ടി ഈ 4 സാധനങ്ങളും വെറുതെ പ്രവർത്തിക്കത്തില്ല. ഇതിന് 4ന് അതിൻ്റെതായിട്ടുള്ള കൂലി കൊടുക്കണം അല്ലേ? ഇതിപ്പോൾ ലാൻഡ് തരുന്ന ആളാണെങ്കിൽ ലേബർ, തൊഴിലാളികൾ, അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വരുമാനം കിട്ടണ്ടേ? ലേബറിന് കൊടുക്കുന്ന കൂലിനെ നമ്മൾ വേജസ് എന്നാണ് പറയുക. ലാൻഡിന് കിട്ടുന്ന വരുമാനത്തിന് നമ്മൾ പറയുന്ന പേരെന്ന് പറയുന്നത് റെന്റ് എന്നാണ്. ക്യാപിറ്റലിന് കിട്ടുന്ന വരുമാനത്തിന് നമ്മൾ ഇൻട്രസ്റ്റ് എന്ന് പറയും. ഓർഗനൈസേഷൻ, മുതലാളിക്ക് കിട്ടുന്ന വരുമാനത്തിന് പ്രോഫിറ്റ് എന്ന് പറയും. മനസ്സിലായി? അതായത് ഈ 4 ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനും ബിസിനസ്സിൽ പ്രവർത്തിച്ചാൽ മാത്രമേ ഉൽപാദനം നടക്കത്തുള്ളൂ. ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓർഗനൈസേഷൻ. ഇത് 4 വെറുതെ പ്രവർത്തിക്കത്തില്ല. ഇതിന് അതിൻ്റെതായിട്ടുള്ള ചെലവുകളുണ്ട്. അതായത് ഇപ്പോൾ തൊഴിലാളിക്കാണെങ്കിൽ അവർക്ക് എന്ത് കിട്ടണം? വരുമാനം കിട്ടണം അല്ലേ? അതായത് റെന്റ്, വേജസ്, ഇൻട്രസ്റ്റ്, പ്രോഫിറ്റ് എന്ന് വെച്ചാൽ പല ആൾക്കാരുടെ വരുമാനം പല രീതിയിൽ കിട്ടുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഇൻകം മെത്തേഡ്, GDPയുടെ ഇൻകം മെത്തേഡ് എന്ന് പറയുന്ന സാധനം നമ്മൾ നോക്കുന്നത്. ആക്ച്വലി ഇതിവിടെ ഒരു മെയിൻസിന്റെ ടോപ്പിക് ആയതുകൊണ്ട് ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഇൻഡെപ്ത് ആയിട്ട് പോകത്ത്. നമ്മൾ പ്രിലിംസിന് വരുന്ന സമയത്ത് ഇതിനെപ്പറ്റി ഡെപ്തിൽ നമ്മൾ കൂടുതൽ എന്താണ് ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓർഗനൈസേഷൻ, അത് എന്താണ് ലാൻഡ്, വെറുതെ നമ്മൾ കാണുന്ന ഭൂമി അല്ല ലാൻഡ് എന്ന് പറയുന്നത്. പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന എല്ലാ വിഭവങ്ങളെയും നമ്മൾ ലാൻഡ് എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ മൂലധനം അല്ല ക്യാപിറ്റൽ ആക്ച്വലി. അപ്പൊ എന്താണെന്നുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി നമ്മുടെ ക്ലാസ്സസിൽ അത് എന്ത് ചെയ്യുന്നുണ്ട്? കൃത്യമായിട്ട് പ്രിലിംസിന്റെ ക്ലാസ്സുകളിൽ കവർ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത് മെയിൻസിന്റെ ടോപ്പിക് ആയതുകൊണ്ട് അതിൽ അത്രത്തോളം ഡെപ്തിൽ പറയേണ്ട കാര്യമില്ല. നിങ്ങൾ മനസ്സിലാക്കുക, ഈ റെന്റ് പ്ലസ് വേജസ് പ്ലസ് ഇൻട്രസ്റ്റ് പ്ലസ് പ്രോഫിറ്റ്, അതായത് നമ്മുടെ രാജ്യത്ത് എല്ലാവർക്കും പല രീതിയിൽ നിന്ന് വരുമാനം കിട്ടാം. ചിലർക്ക് റെന്റ് വഴിയായിരിക്കും വരുമാനം കിട്ടുന്നത്, ചിലർക്ക് വേജസ് വഴിയായിരിക്കും, ചിലർക്ക് ഇൻട്രസ്റ്റ് വഴിയായിരിക്കും, ചിലർക്ക് പ്രോഫിറ്റ് വഴിയായിരിക്കും. അപ്പോൾ ഇൻകം മെത്തേഡ് വഴിയുള്ള GDP കൊണ്ടുള്ള ഉദ്ദേശിക്കുന്നത് എന്താ? നമ്മുടെ രാജ്യത്തുള്ള എല്ലാ ആൾക്കാരുടെയും ഇൻകം അങ്ങ് കൂട്ടുക. അത് റെന്റ് ആയിട്ട് കിട്ടാം, വേജസ് ആയിട്ട് കിട്ടാം, ഇൻട്രസ്റ്റ് ആയിട്ട് കിട്ടാം, പ്രോഫിറ്റ് ആയിട്ട് കിട്ടാം. ഇതാണ് ഇൻകം മെത്തേഡ് വഴിയുള്ള GDP, സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ. ഓക്കെ, സിമ്പിൾ ടേംസിൽ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇൻകം മെത്തേഡ് വഴിയുള്ള GDP എന്ന് പറയുന്നത്? വേജസ് പ്ലസ് റെന്റ് പ്ലസ് ഇൻട്രസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് എന്നുള്ളതാണ്. മനസ്സിലായോ? പക്ഷെ ഇന്ത്യയിൽ നമ്മൾ ഇൻകം മെത്തേഡിലുള്ള GDP യൂസ് ചെയ്യുന്നില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുക. കാരണം എന്തുകൊണ്ടാണ്? ഇന്ത്യ എന്ന് പറഞ്ഞൊരു അൺഓർഗനൈസ്ഡ് സെക്ടർ കൂടുതലുള്ള, ഇൻഫോർമൽ സെക്ടർ കൂടുതലുള്ള എക്കണോമിയാണ് കേട്ടോ. പലരും എന്ന് പറയുന്ന ഗവൺമെന്റ് മേഖലയിലോ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിലോ വർക്ക് ചെയ്യുന്നതല്ല. കൃഷിപ്പണിക്ക് പോകുന്നവരുണ്ട്, ദിവസ ജോലിക്ക് പോകുന്ന ആൾക്കാരുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള ആൾക്കാരടുത്ത് ചെന്ന് വരുമാനം ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ കയ്യിൽ നിന്ന് കൃത്യമായിട്ടുള്ള ഡേറ്റ കിട്ടുമോ? ഇല്ല. ഡേറ്റയുടെ അഭാവം കൊണ്ട് നമുക്ക് വരുമാനം കണ്ടെത്താൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ GDPയിൽ ഇൻകം മെത്തേഡ് നമ്മൾ ഇന്ത്യയിൽ പൊതുവെ യൂസ് ചെയ്യാറില്ല. പക്ഷേ എക്സ്പെൻഡിച്ചർ മെത്തേഡ് എന്നൊരു സാധനം യൂസ് ചെയ്യുന്നുണ്ട്.
അപ്പൊ എന്താണ് എക്സ്പെൻഡിച്ചർ മെത്തേഡ്? നമുക്കറിയാം ചില ആൾക്കാരുടെ വരുമാനം എന്ന് പറയുന്നത് മറ്റു ചിലരുടെ ചിലവുകളല്ലേ. ഇൻകം എന്ന് പറയുന്നത്, ഒരാളുടെ ഇൻകം എന്ന് പറയുന്നത് മറ്റൊരാളുടെ എക്സ്പെൻഡിച്ചറിന് തുല്യമാണല്ലോ. അപ്പൊ വരുമാനം കണ്ടെത്താൻ, നാഷണൽ ഇൻകം കണ്ടെത്താൻ ഒന്നെങ്കിൽ ഇൻകം മെത്തേഡ് യൂസ് ചെയ്യാം, ഇല്ലെങ്കിൽ നമുക്ക് എക്സ്പെൻഡിച്ചർ മെത്തേഡ് യൂസ് ചെയ്യാം. അപ്പൊ എക്സ്പെൻഡിച്ചർ മെത്തേഡിനകത്ത് എന്തൊക്കെയാ പറയുന്നത്? അതിനകത്തുള്ള ഫോർമുല പറയുന്നത്, എക്സ്പെൻഡിച്ചർ മെത്തേഡ് വഴിയുള്ള GDP എന്ന് പറഞ്ഞാൽ ആദ്യം കൺസംഷൻ എക്സ്പെൻഡിച്ചർ ആണ് പറയുന്നത്. പ്രൈവറ്റ് ഫൈനൽ കൺസംഷൻ എക്സ്പെൻഡിച്ചർ, അതായത് സി എന്ന് നമുക്ക് പറയാം. അതായത് സാധാരണ നമ്മളെ പോലുള്ള ജനങ്ങൾ കൺസംഷൻ, ഭക്ഷണം കഴിക്കണ്ടേ, വസ്ത്രം വാങ്ങണ്ടേ, സിനിമ കാണാൻ പോണ്ടേ, അത്തരത്തിലുള്ള വാഹനങ്ങൾ വാങ്ങണ്ടേ, ഇതെല്ലാം തന്നെ എന്താ കൺസംഷൻ എക്സ്പെൻഡിച്ചർ. പ്ലസ് ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ, ഗവൺമെന്റ് ചിലവാക്കത്തില്ലേ, നമുക്ക് പല ആവശ്യങ്ങൾക്ക് വേണ്ടി ഗവൺമെന്റ് ചിലവാക്കത്തില്ലേ, ഗവൺമെന്റ് ചിലവ്. ദെൻ ഇൻവെസ്റ്റ്മെന്റ് എക്സ്പെൻഡിച്ചർ, സ്ഥാപനങ്ങളുണ്ടല്ലോ, അവർ നിക്ഷേപം നടത്താറുണ്ട്, അവർ പുതിയ പുതിയ ഇൻവെസ്റ്റ്മെന്റ്, അതായത് പുതിയ സ്ഥാപനം ആരംഭിക്കുന്നു, പുതിയ ബ്രാഞ്ച് തുടങ്ങുന്നു, അത്തരത്തിലുള്ള ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടി പൈസ ചെലവാക്കാറുണ്ട്. അപ്പൊ നോക്കിയേ, C+G+I. ഇത് കൂടാതെ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, കൺസംഷൻ എന്ന് വെച്ചാൽ ആൾക്കാർ, ജനങ്ങൾ കാശ് കൊടുത്ത് മേടിക്കുന്ന എല്ലാ സാധനങ്ങളും കൺസംഷൻ എക്സ്പെൻഡിച്ചറിന് അത് വരും. അപ്പൊ ഞാൻ ഒരു ഉദാഹരണം ചോദിച്ചോട്ടെ. ഇന്ത്യയിൽ ഇപ്പോൾ ബുള്ളറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, റോയൽ എൻഫീൽഡിന്റെ ബുള്ളറ്റ് അറിയാലോ, റോയൽ എൻഫീൽഡിന്റെ മോട്ടോർ ബൈക്കുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, ഒരു 100 ബൈക്കുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതിലൊരു 80 എണ്ണം ഇന്ത്യയിൽ വിൽക്കുകയും 20 എണ്ണം വിദേശത്തോട്ട് നമ്മൾ കയറ്റുമതി ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇന്ത്യയിൽ വിൽക്കുകയും 20 എണ്ണം വിദേശത്തോട്ട് കയറ്റുമതി ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ വരുന്ന സമയത്ത് നമ്മുടെ കൺസംഷൻ എക്സ്പെൻഡിച്ചർ എന്ന് വെച്ചാൽ എന്താ? ജനങ്ങൾ അവരുടെ കയ്യിൽ നിന്ന് സാധനങ്ങൾ മേടിക്കുന്ന എക്സ്പെൻഡിച്ചറാണ് കൺസംഷൻ എക്സ്പെൻഡിച്ചർ. ഇതിനകത്ത് ഈ 100 എണ്ണത്തിന്റെയും വില ഈ കൺസംഷൻ എക്സ്പെൻഡിച്ചറിൽ വരുമോ? വരില്ല. എന്തുകൊണ്ട്? കാരണം ആൾക്കാർ, ഇന്ത്യക്കകത്തുള്ള ആൾക്കാർ ഈ 80 ബൈക്ക് മാത്രമേ വാങ്ങുന്നുള്ളൂ. 20 എണ്ണം നമ്മൾ മറ്റ് രാജ്യങ്ങളിലോട്ട് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ 20 എണ്ണത്തിന്റെ വിലയും കൂടെ നമ്മുടെ GDP എടുക്കണ്ടേ? കാരണം GDP എന്ന് വെച്ചാൽ ഡൊമസ്റ്റിക് ടെറിട്ടറിക്കകത്ത് ഉൽപ്പാദിപ്പിക്കുന്ന എല്ലാ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും വില വേണ്ടേ? ആ ബുള്ളറ്റ് ഇന്ത്യക്കകത്ത് ഉൽപ്പാദിപ്പിച്ചല്ലേ, പക്ഷെ അതിന്റെ വില ഇതിനകത്ത് എവിടെയെങ്കിലും വരുന്നുണ്ടോ? ഇല്ല. അങ്ങനെ വരുമ്പോൾ നമ്മൾ 20 സാധനത്തിന്റെ വില എടുക്കണം, പക്ഷെ ഇതിനകത്ത് അത് വരുന്നില്ല. ഇനി ഹാർലി ഡേവിഡ്സന്റെ ബൈക്കുകൾ, അമേരിക്കയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ബൈക്കുകൾ, അത് ഇന്ത്യയിൽ ഇറക്കുമതി ചെയ്യുന്നുണ്ട്, ഒരു 10 എണ്ണം ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിന്റെ വില കൺസംഷൻ എക്സ്പെൻഡിച്ചറിൽ വരുന്നുണ്ടോ? നമ്മളെപ്പോലുള്ള ആൾക്കാരൊക്കെ ഹാർലി ഡേവിഡ്സൺ ഇറക്കുമതി ചെയ്ത് വാങ്ങുന്നില്ലേ? അതിന്റെ വില കൺസംഷൻ എക്സ്പെൻഡിച്ചറിൽ വരുന്നുണ്ട്. പക്ഷെ അത് വേണോ? വേണ്ട. കാരണം അത് വിദേശത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗുഡാണ്, അതിന്റെ വില വേണ്ട. പക്ഷെ ഇന്ത്യക്കകത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ബുള്ളറ്റിന്റെ വില വേണം. അതിന്റെ അർത്ഥം എന്താ? ഇവിടുന്ന് കയറ്റുമതി ചെയ്യുന്ന സാധനങ്ങളുടെ വില നമുക്ക് ഇന്ത്യയിൽ GDP കണക്കാക്കുമ്പോൾ വേണം, പക്ഷെ വിദേശത്ത് നിന്ന് ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങളുടെ വില നമുക്കിവിടെ ആവശ്യമില്ല. അതുകൊണ്ടാണ് ഇതിനൊപ്പം പുതിയൊരു സാധനം കൂടെ വരുന്നത്, നെറ്റ് എക്സ്പോർട്ട്. നെറ്റ് എക്സ്പോർട്ട് എന്ന് വെച്ചാൽ എക്സ്പോർട്ട് മൈനസ് ഇമ്പോർട്ട് ചെയ്യുന്നു, X-M എന്നതിന് പറയാറുണ്ട്. അപ്പൊ നോക്കിയേ, എക്സ്പെൻഡിച്ചർ മെത്തേഡ് വഴിയുള്ള GDP എന്ന് പറയുന്ന C+G+I+X-M. സി എന്ന് പറയുന്ന കൺസംഷൻ എക്സ്പെൻഡിച്ചർ, G എന്ന് പറയുന്ന ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ, I എന്ന് പറഞ്ഞാൽ ഇൻവെസ്റ്റ്മെന്റ് എക്സ്പെൻഡിച്ചർ, X-M നെറ്റ് എക്സ്പോർട്ട്, എക്സ്പോർട്ട് മൈനസ് ഇമ്പോർട്ട്. ഓക്കെ അല്ലേ? ഡെപ്തിൽ നമ്മൾ നമ്മുടെ ക്ലാസ്സസിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിനെപ്പറ്റി കൂടുതൽ ഡെപ്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ കിട്ടുക, മനസ്സിലായല്ലോ? അപ്പൊ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നവർക്ക്, ഞാൻ ഈ വീഡിയോ ഒരു കാണുന്ന ഓഡിയൻസിനോടാണ് ഞാൻ പറയുന്നത്, നമ്മുടെ ഫ്രണ്ട്സിനോടാണ് പറയുന്നത്. എന്താണ്, നിങ്ങൾക്ക് എങ്ങനെ ഈ ഒരു നാഷണൽ ഇൻകം ഏത് രീതിയിലുള്ള അപ്രോച്ചാണ് സ്വീകരിക്കാനുള്ളത്, മനസ്സിലായല്ലോ? ക്ലാസ്സസിൽ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, ഒരുമിച്ചിരുന്ന് തന്നെ ചർച്ച ചെയ്യാം. അപ്പൊ നിങ്ങൾ നോക്കി ഏത് രീതിയിലുള്ള ഒരു അപ്രോച്ച് നിങ്ങൾ സ്വീകരിക്കുക. അപ്പൊ നോക്കുമ്പോൾ നിങ്ങൾ ആലോചിക്കും, ഇതൊക്കെ എവിടെ നമുക്ക് കിട്ടും, ഈ ഒരു പോർഷൻസ് ഒക്കെ നമുക്ക് എവിടെ നിന്ന് വായിക്കാൻ പറ്റുമെന്ന് നോക്കി കഴിഞ്ഞാൽ, ഈ ഒരു നാഷണൽ ഇൻകം എന്ന് പറയുന്നത് ആക്ച്വലി നിങ്ങൾക്ക് +2 മാക്രോ എക്കണോമിക്സ് എന്ന് പറയുന്ന ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്, മാക്രോ എക്കണോമിക്സ്. ഇതിനകത്ത് നാഷണൽ ഇൻകം അക്കൗണ്ടിങ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ തന്നെ ഉണ്ട്. ആ ചാപ്റ്റർ വായിച്ചു കഴിഞ്ഞാൽ ഏകദേശം ഒരു ധാരണ നിങ്ങൾക്ക് കിട്ടും. GDP എന്താണ്, നാഷണൽ ഇൻകം എന്താണ് എന്നുള്ള ധാരണയൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യും, കൃത്യമായിട്ട് തന്നെ മനസ്സിലാകുന്നുണ്ട്. ഓക്കെ അല്ലേ? ഇനി അടുത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, എക്സ്പെൻഡിച്ചർ മെത്തേഡ് അതാണ്. ഇനി പ്രോഡക്റ്റ് മെത്തേഡിന്റെ കാര്യം എടുത്തു കഴിഞ്ഞാലോ, പ്രോഡക്റ്റ് മെത്തേഡ് എന്ന് പറയുന്ന ഉൽപ്പന്ന രീതി അല്ലെങ്കിൽ ഉൽപാദന രീതി നമുക്ക് പറയാം. അതായത് സപ്പോസ് ഞാനിവിടെ പറയുന്നുണ്ട്, അതായത് എല്ലാ സെക്ടറിൽ നിന്നുള്ള, പ്രൈമറി സെക്ടറിൽ നിന്നും സെക്കൻഡറി സെക്ടറിൽ നിന്നും അതുപോലെ തന്നെ ടേർഷറി സെക്ടറിൽ നിന്നും എല്ലായിടത്തു നിന്നുള്ള പ്രൊഡക്ഷൻ, ഉൽപാദനം ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പ്രോഡക്റ്റ് മെത്തേഡ് വഴിയുള്ള GDP കിട്ടും. ഞാനൊരു എക്സാമ്പിൾ പറയാവേ, ഒരു ചെറിയൊരു എക്സാമ്പിൾ പറയാം. നോക്കിയേ, ഒരു ഫാർമർ, ഒരു ഫാർമർ വീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫാർമർ ആണെന്ന് വിചാരിക്കുക. വീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫാർമർ, അദ്ദേഹം ഒരു മില്ല്, ഫ്ലോർ മിൽ, നമ്മുടെ ഗോതമ്പൊക്കെ പൊടിക്കുന്ന മില്ലില്ലേ, ആ മില്ലുകാരന് 1 കിലോ ഗോതമ്പങ്ങ് വിൽക്കുന്നു.
ആ മില്ലുകാരൻ എന്ത് ചെയ്യുന്നുണ്ട്? 80 രൂപ കൊടുക്കുന്നു. 1 കിലോ അല്ല, ഗോതമ്പ് വിൽക്കുന്നു. അപ്പൊ മില്ല് കടക്കാരൻ ഉണ്ടല്ലോ, ഫ്ലോർ മില്ല് കടക്കാരൻ, ഇത് ഫാർമറാണ്, വീറ്റ് ഫാർമർ. അപ്പോൾ 80 രൂപ ഫ്ലോർ മില്ല് കടക്കാരന് വിറ്റപ്പോൾ ഫ്ലോർ മില്ല് കടക്കാരൻ 80 രൂപ ആർക്ക് കൊടുക്കുന്നു? കർഷകന് കൊടുക്കുന്നു. അപ്പൊ കർഷകന് കിട്ടിയ വരുമാനം 80 രൂപ. ഇനി ഫ്ലോർ മില്ല് കടക്കാരൻ അതിനെ, ആ ഗോതമ്പിനെ പൊടിച്ച് മാവാക്കിയതിന് ശേഷം തൊട്ടടുത്തുള്ള ബേക്കറിയിൽ വിൽക്കുന്നു. അപ്പൊ ബേക്കറിയിലുള്ള ആൾ എന്ത് ചെയ്തു? 100 രൂപ ഫ്ലോർ മില്ല് കടക്കാരന് കൊടുത്തിട്ട് ആ വീറ്റ് ഫ്ലോർ ഉണ്ടല്ലോ, ഗോതമ്പ് മാവിന് മേടിച്ചു. അതിനുശേഷം ബേക്കറി കടയിലുള്ള വ്യക്തി എന്ത് ചെയ്യുന്നുണ്ട്? ആ ഒരു ഗോതമ്പ് മാവിനെ കേക്കാക്കി മാറ്റിയതിന് ശേഷം സാധാരണ കസ്റ്റമറിന് വിൽക്കുന്നു. എത്ര രൂപയ്ക്കാണ്? 120 രൂപ. കസ്റ്റമർ ബേക്കറി കടക്കാരന് 120 രൂപ കൊടുത്തു. അപ്പോൾ കർഷകൻ എന്ന് പറയുന്ന പ്രൈമറി സെക്ടർ, അഗ്രികൾച്ചർ സെക്ടർ അല്ലേ? കർഷകൻ ഒരു ഫ്ലോർ മില്ല് കടക്കാരന് വിറ്റു. അപ്പൊ കർഷകന് കിട്ടിയ വരുമാനം 80 രൂപ. ഈ ഫ്ലോർ മില്ല് കടക്കാരൻ ഗോതമ്പിനെ ഗോതമ്പ് മാവാക്കി ഇവിടെ ഒരു പ്രോസസ്സിംഗ് നടക്കുന്നുണ്ടല്ലോ, അത് സെക്കൻഡറി സെക്ടർ. അതെന്ത് ചെയ്തു? അതിനെ മാവാക്കിയതിനു ശേഷം ബേക്കറിയിൽ വിറ്റപ്പോൾ ഫ്ലോർ മില്ല് കടക്കാരന് കിട്ടിയത് 100 രൂപ. അതിനെ ബേക്കറി വിറ്റപ്പോൾ ബേക്കറിയിലുള്ള ആൾ എന്ത് ചെയ്തു? അതിനെ കേക്കാക്കി കസ്റ്റമറിന് വിറ്റു. അതെന്താണ്? വിൽക്കുക എന്ന് പറയുന്നത് അവിടെ എന്താണ്? സർവീസ് ആണല്ലേ, കട, ട്രേഡ് എന്ന് പറയുന്നത്. അപ്പോൾ ബേക്കറി കടക്കാരന് കിട്ടിയ 120 രൂപ. അപ്പൊ ഇവിടെ നമ്മൾ GDP നോക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞു 3 സെക്ടർ, പ്രൈമറി സെക്ടറിൽ നിന്നും സെക്കൻഡറി സെക്ടറിൽ നിന്നും ടേഴ്സറി സെക്ടറിൽ നിന്നുള്ള ടോട്ടൽ ഉൽപ്പന്നത്തിന്റെ വാല്യൂ ആണ് പ്രോഡക്റ്റ് മെത്തേഡ് വഴിയുള്ള GDP. നമ്മളിവിടെ പറഞ്ഞല്ലോ മൂന്നാമത്തെ മെത്തേഡ് പ്രോഡക്റ്റ് മെത്തേഡ്. അങ്ങനെയാണെങ്കിൽ 80 + 100 + 120, 120ഉം 100ഉം 80ഉം കൂടെ ചേരുമ്പോൾ 300 എന്ന് കിട്ടണ്ടേ? പക്ഷെ ഞാൻ പറഞ്ഞു ഫൈനൽ ഗുഡ്സ് മാത്രമേ നമ്മൾ എടുക്കത്തുള്ളൂ അല്ലേ? അതായത് ഈ 80, ഇപ്പൊ നിങ്ങൾ നോക്കിയേ, 80 + 100 + 120 എടുക്കുമ്പോൾ ഈ 100 എന്ന് പറയുന്ന ഈ ഫ്ലോർ മില്ലുകാരന് കിട്ടിയ വരുമാനം ഉണ്ടല്ലോ, അതില് ഈ 100 രൂപയ്ക്കകത്ത് 80 രൂപ എന്ന് വെച്ചാൽ അദ്ദേഹം ഫാർമറിന് കൊടുത്ത പൈസ. ഈ ഫ്ലോർ മില്ല് കടക്കാരന്റെ പ്രത്യേകത എന്താ? അയാൾ 80 രൂപ കൊടുത്ത് സാധനം മേടിച്ചു. അതിന്റെ മേലെ 20 രൂപയ്ക്ക് മാത്രമേ ആര് പണിയെടുത്തുള്ളൂ? ഫ്ലോർ മില്ല് കടക്കാരൻ പണിയെടുത്തുള്ളൂ ആണല്ലോ. അപ്പോൾ യഥാർത്ഥത്തിൽ 80 രൂപയ്ക്ക് വാങ്ങിച്ച സാധനമാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്? 20 രൂപയ്ക്ക് പണിയെടുത്ത് 100 രൂപയ്ക്ക് വിൽക്കുന്നത്. ആക്ച്വലി അദ്ദേഹം അവിടെ നടത്തിയ പണി 20 രൂപയ്ക്കുള്ള വാല്യൂ അഡിഷൻ മാത്രമേ ഉള്ളൂ. അതിനാണ് നമ്മൾ വാല്യൂ അഡിഷൻ, മൂല്യവർദ്ധനവ്. ഞാൻ ഒരു സാധനം മേടിച്ചു, അതിന്റെ മേലെ ഞാൻ പണിയെടുക്കുന്നു, പുതിയൊരു സാധനമായിട്ട് വിൽക്കുമ്പോൾ ഞാൻ അവിടെ പണിയെടുത്ത് പുതിയൊരു സാധനം ആക്കുന്ന എനിക്കായ ചെലവിനെയാണ് വാല്യൂ അഡിഷൻ, അല്ലെങ്കിൽ ആ ഒരു പ്രക്രിയയാണ് വാല്യൂ അഡിഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ 80 രൂപയ്ക്ക് വാങ്ങിച്ച ഗോതമ്പിനെ അദ്ദേഹം മാവാക്കി മാറ്റാൻ, ഫ്ലോർ ആക്കി മാറ്റാൻ 20 രൂപയ്ക്കേ ചിലവായുള്ളൂ. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ ഫ്ലോർ മില്ലുകാരന്റെ വാല്യൂ അഡിഷൻ 20 രൂപയാണ്. അതിനുശേഷം ഇതേ 100 രൂപയ്ക്ക് എന്ത് ചെയ്തു? ബേക്കറി കടക്കാരൻ വാങ്ങിച്ചു. അതിനുശേഷം ബേക്കറി കടക്കാരൻ കേക്കാക്കി മാറ്റി കസ്റ്റമറിന് വിറ്റു. അവിടെ 120 എടുത്താലുള്ള പ്രശ്നം എന്താ? 80 രൂപ ഫാർമറിന്റെയും 20 രൂപ ഫ്ലോർ മില്ല് കടക്കാരന്റെയും വാല്യൂ അഡിഷനാണ്. ഈ 100 രൂപയ്ക്ക് വാങ്ങിച്ച സാധനത്തിന് മേല് 20 രൂപയ്ക്ക് മാത്രമേ ആര് പണിയെടുത്തുള്ളൂ? ബേക്കറി കടക്കാരൻ, അതിനെ കേക്കാക്കി മാറ്റാൻ. അപ്പൊ ഇയാളുടെ വാല്യൂ അഡിഷൻ എത്രയാ? 20 രൂപ. മനസ്സിലായല്ലോ? അപ്പൊ വാല്യൂ അഡിഷൻ മാത്രമേ നമ്മൾ അവിടെ എടുക്കാറുള്ളൂ, അല്ലാതെ 80, 100, 120 എടുക്കില്ല. പകരം 80 + ഇദ്ദേഹത്തിന്റെ വാല്യൂ അഡിഷൻ എത്രയാ? 20 + ഇദ്ദേഹത്തിന്റെ വാല്യൂ അഡിഷൻ എത്രയാ? 20. ടോട്ടൽ 120 മാത്രമേ നമ്മൾ എടുക്കത്തുള്ളൂ. മനസ്സിലായല്ലോ? അപ്പൊ വാല്യൂ അഡിഷൻ മാത്രമേ നമ്മൾ എടുക്കത്തുള്ളൂ. അപ്പൊ വാല്യൂ അഡിഷൻ എന്ന് പറയുന്ന, വാല്യൂ ആഡ് എന്ന് പറയുന്നത് ഫൈനൽ പ്രൊഡക്ഷൻ മൈനസ് ഇന്റർമീഡിയറ്റ് കൺസംഷൻ. നിങ്ങൾ ചിലപ്പോൾ കാണാൻ സാധ്യതയുള്ള വാക്കാണ് ഇന്റർമീഡിയറ്റ് കൺസംഷൻ. എന്താണ് ഇന്റർമീഡിയറ്റ് കൺസംഷൻ? ഉദാഹരണം, ബേക്കറി കടക്കാരന്റെ ഫൈനൽ പ്രൊഡക്ഷൻ 120 രൂപയല്ലേ? ഇന്റർമീഡിയറ്റ് കൺസംഷൻ, അയാൾ ഇതിനു വേണ്ടി വാങ്ങിച്ച സാധനം എത്ര രൂപയ്ക്കുള്ളതാണ്? 100 രൂപ. അപ്പൊ 100 ആണ് ഇന്റർമീഡിയറ്റ് കൺസംഷൻ. ബാക്കി എത്ര കിട്ടും? 20. 20 ആണ് ഇയാളുടെ വാല്യൂ അഡിഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പൊ ഇതാണ് വാല്യൂ ആഡഡ് മെത്തേഡ് വഴിയുള്ള GDP എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? 120 രൂപ. ഇതാണ് വാല്യൂ ആഡഡ് മെത്തേഡ്, അല്ലെങ്കിൽ പ്രോഡക്റ്റ് മെത്തേഡിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് വാല്യൂ ആഡഡ് മെത്തേഡ്, മൂല്യവർദ്ധന രീതി എന്നുള്ള കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ അല്ലേ? അപ്പൊ നമ്മളിവിടെ നോക്കിയത് പ്രധാനമായിട്ടും നാഷണൽ ഇൻകത്തിന്റെ ഡിഫറെന്റ് കോൺസെപ്റ്റുകളിൽ GDP, GNP എന്ന് പറയുന്ന 2 കോൺസെപ്റ്റുകൾ പ്രധാനമായിട്ട് ഇവിടെ ഡിസ്കസ് ചെയ്തു. GDP, GNP. അപ്പോൾ ഈ 2 കോൺസെപ്റ്റുകൾ എന്താണ് GDP, എന്താണ് GNP, എങ്ങനെയൊക്കെ GDP എസ്റ്റിമേറ്റ് ചെയ്യാൻ തുടങ്ങിയ കാര്യങ്ങൾ ഇത് നിങ്ങൾക്ക് +2ന്റെ NCERT നാഷണൽ ഇൻകം അക്കൗണ്ടിങ് എന്ന് പറയുന്ന ചാപ്റ്ററിനകത്ത് കിട്ടും. ഓക്കെ അല്ലേ? ബാക്കി കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം? പോകുന്ന വഴിയിൽ അടുത്ത ഭാഗങ്ങളിൽ, അടുത്ത വരുന്ന വീഡിയോസിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇതിന്റെ ഒരു കണ്ടിന്യൂഷൻ, കാരണം ഇതിവിടെ തീരുന്നതല്ലല്ലോ, ഇതുണ്ട്. എന്താണ് ബാക്കി GDPയുടെ കോൺസെപ്റ്റുകൾ? ഇനിയാണ് നമ്മൾ അതിന്റെ കോർ ടോപ്പിക് ആയിട്ടുള്ള എന്താണ് എക്കണോമിക് ഗ്രോത്ത് എന്താണ്, ഡെവലപ്മെന്റൽ ഇൻഡിക്കേറ്റേഴ്സ് എന്താണ്, സെക്ടറൽ കോൺട്രിബ്യൂഷൻ തുടങ്ങിയ കാര്യങ്ങളിലോട്ട് നോക്കുന്നു. ഇനി വേറൊരു പ്രത്യേകത, ഇന്ന് നോക്കിയ ചാപ്റ്റർ നിങ്ങൾ മെയിൻസിന് മാത്രമല്ല നോക്കാനുള്ളത്. ഈ പറയുന്ന ഭാഗം ഉണ്ടല്ലോ,
ആദ്യത്തെ ഈ പറയുന്ന ഭാഗം അല്ലെങ്കിൽ ഇതിന്റെ 3 ഭാഗങ്ങളും കൃത്യമായിട്ടും പ്രിലിംസിനും ആവശ്യമുള്ളതാണ്. കാരണം പ്രിലിംസിന്റെ ടോപ്പിക്കിൽ ഒന്ന് വരുന്നു നാഷണൽ ഇൻകം, പെർ ക്യാപിറ്റൽ ഇൻകം, ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ തുടങ്ങിയ കാര്യങ്ങൾ. അതുകൊണ്ട് ഈ ഒരു പോർഷൻ ഓവർലാപ്പിംഗ് ആണ്. പ്രിലിംസിന് പഠിച്ചു കഴിഞ്ഞാൽ മെയിൻസിന് ഉപയോഗിക്കുക. അതുകൊണ്ട് മെയിൻസ് എന്ന രീതിയിൽ നിങ്ങൾ പഠിക്കുക, പ്രിലിംസ് എന്ന രീതി പഠിക്കരുത്, ഇൻ ഡെപ്ത് ആയിട്ട് തന്നെ പഠിക്കുക. മെയിൻസിന് വേണ്ടി ഈ ഒരു ടോപ്പിക്ക് നിങ്ങൾ തയ്യാറാകുക. മനസ്സിലായല്ലോ? എൻട്രി കട്ട സപ്പോർട്ടായിട്ട് നിങ്ങളുടെ കൂടെയുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ജോലിയിൽ കയറ്റുന്നവരെ എൻട്രി ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്. അപ്പോൾ നിങ്ങൾ എന്താണ് ഈ ഒരു ക്ലാസ് കാണുമ്പോൾ നിങ്ങൾക്ക് വരുന്ന സംശയങ്ങളെല്ലാം നിങ്ങൾ കമന്റ് സെക്ഷനിൽ ഇടുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ സംശയങ്ങളെല്ലാം നിവാരണം നടത്തിക്കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ് നമുക്ക് എടുക്കാം. അപ്പോൾ ഇന്ന് ക്ലാസ് കണ്ട എല്ലാവർക്കും താങ്ക് യു.